ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. കറണ്ട് അഫെയറിന് നമ്മൾ സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയർസ് മൊത്തം ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു വീഡിയോ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇതേ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അഫെയർസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് ഈ കറണ്ട് അഫെയർസ് എല്ലാം നോക്കാവുന്നതാണ്. നമ്മൾ സിലബസുമായി ബന്ധപ്പെട്ടുള്ള കറണ്ട് അഫെയർസ് മാത്രമേ ചെയ്യാറുള്ളൂ. ഓക്കെ, നമ്മൾ ന്യൂസിലുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും ഒന്നും നോക്കാനുള്ള ടൈം നമ്മളടുത്ത് ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ സ്ട്രാറ്റജി എന്താണെന്നുള്ളത് ഒരു 2 മിനിറ്റിൽ പറയാം. പുതുതായി കാണുന്നവരാണെങ്കിൽ ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞ് സ്കിപ്പ് ചെയ്തിട്ട് കാണുക. കാരണം ആ 1 മിനിറ്റ് പറയേണ്ടത് ഒരു ആവശ്യമുള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനലിൽ മാറ്റം വന്നിട്ടുണ്ട്. @കിരൺ PSC സ്റ്റഡി സർക്കിൾ ജനറൽ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നവരെല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക. @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്നുള്ളവർ ഡിഗ്രിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരിൽ ജോയിൻ ചെയ്യുക. പഴയ ടെലഗ്രാം ചാനൽ റിക്കവർ ചെയ്യാൻ വേണ്ടി നോക്കിയായിരുന്നു, പക്ഷെ നടന്നിട്ടില്ല. ഓക്കെ, സോ അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ക്ലിയർ അല്ലേ? അതെ, നമ്മൾ നോക്കാൻ പോകുന്ന കറണ്ട് അഫയേഴ്സിന്റെ പേരാണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ ഇതാണ് എക്കണോമിക്സിന്റെ സിലബസ്. ഈ സിലബസിൽ നീതി ആയോഗ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്. നീതി ആയോഗിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നീതി ആയോഗിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് പഠിക്കാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറി പഠിക്കാനുണ്ട്. പക്ഷെ അതേപോലെ നമുക്ക് കറണ്ട് അഫയേഴ്സും പഠിക്കാനുണ്ട്. നീതി ആയോഗിന്റെ ഇൻഡെക്സ് 2024-25 എന്തൊക്കെ ഇൻഡെക്സ് വന്നിട്ടുണ്ടോ ആ ഇൻഡെക്സ് ഒന്ന് പഠിക്കാനുണ്ട്. ഹെൽത്ത് ഇൻഡെക്സ് 2021-22 നോക്കണം. ഇപ്പോ നമുക്ക് പഠിക്കാനുള്ള ഒരു ധനകാര്യ സ്ഥാപനമല്ലേ RBI, സെബി, വേൾഡ് ബാങ്ക്. അവർ പുതുതായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ചെയർമാന്റെ പേരെന്താണ്, റിപ്പോ റിവേഴ്സ് റിപ്പോ നിരക്ക് എങ്ങനെയാണ്, ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, GSTയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, GSTയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തേ ഉള്ളൂ. ഓക്കെ, അത് നമുക്ക് എന്തായിരുന്നു, GSTയിൽ ഇതിൽ മാറ്റം വരുത്തിയായിരുന്നു, അതിന്റെ സ്ലാബ് മാറ്റം വരുത്തിയായിരുന്നു. ഇപ്പൊ GST മീറ്റിംഗ് കൗൺസിൽ നടന്നിട്ടുണ്ട്. ആ കൗൺസിൽ മീറ്റിങ്ങിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എക്കണോമിക്സിലുള്ള നോബൽ പ്രൈസ്, നീതി ആയോഗിന്റെ CEO, വൈസ് ചെയർമാൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നീതി ആയോഗിന്റെ ഇൻഡെക്സിൽ നമ്മളിത് നോക്കാൻ പോകുന്ന ഇൻഡെക്സിന്റെ പേരാണ് ബഹുമുഖ ദാരിദ്ര്യം അല്ലെങ്കിൽ മൾട്ടി ലെവൽ പോവർട്ടി ഇൻഡെക്സ്. ഓക്കെ, അപ്പൊ ആ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച്, അതായത് KPSM മെത്തേഡ്, എന്റെ പേര് കിരൺ എന്നാണല്ലോ, അപ്പൊ കിരൺ PSC സ്റ്റഡി മെത്തേഡ് എന്നും പറയാം, കേരള PSC സ്റ്റഡി മെത്തേഡ് എന്നും പറയാം. ഓക്കെ, ആ മെത്തേഡ് അനുസരിച്ച് നമുക്ക് കറണ്ട് അഫയേഴ്സിന് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവണം. ഓക്കെ, അതേപോലെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ സിലബസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫയേഴ്സ് മാത്രമേ പഠിക്കുള്ളൂ. നമുക്ക് എന്താ പറയാ, ന്യൂസിലുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ PSC പഠനം എന്ന് പറയുന്നത് പഞ്ചവത്സര പദ്ധതിയായിട്ട് മാറും. നമുക്ക് പഞ്ചവത്സര പദ്ധതി അല്ല വേണ്ടത്, നമുക്ക് റോളിംഗ് പ്ലാൻ ആണ്, 1 വർഷം. നമ്മൾ പറയുന്നത് KPSM മെത്തേഡ് പറയുന്നത് 6 മാസം. 6 മാസം കൊണ്ട് പഠിക്കുക, എന്ത് ചെയ്യുക, എക്സാം ക്ലിയർ ചെയ്തിട്ട് പോവുക. അതിന് ഈ കറണ്ട് അഫെയർ ബുക്കാണ് കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യേണ്ടത്. ഓക്കെ, എക്സാമിന് 1 മാസം മുമ്പ് നമ്മൾ ഈ കറണ്ട് അഫെയർ ബുക്ക് ആയിരിക്കണം റിവൈസ് ചെയ്തിട്ടുണ്ടാവേണ്ട സംഭവം ഉണ്ടാവേണ്ടത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന കറണ്ട് അഫെയർ ടോപ്പിക്കിന്റെ പേരാണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. ഓക്കെ, എന്ന് വെച്ചാൽ ബഹുമുഖ ദാരിദ്ര്യ സൂചിക. ഓക്കെ, അപ്പോ നീതി ആയോഗ് ബഹുമുഖ ദാരിദ്ര്യ സൂചികയെ കുറിച്ച്, അതായത് നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, അത് നമുക്ക് MPI എന്ന് വിളിക്കാൻ പറ്റും. ഇതുവരെ 3 റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 1, 2 റിപ്പോർട്ടും ഒരു ചർച്ചാ പ്രബന്ധവും ഒരു ഡിസ്കഷൻ ആയിട്ടുള്ള ടോപ്പിക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഈ ബഹുമുഖ ദാരിദ്ര്യ സൂചിക എന്ന് നോക്കാം. ഇനി വരാൻ പോകുന്ന സ്ലൈഡുകൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമാണ്. അപ്പോ ദാരിദ്ര്യം എന്ന് വെച്ചാൽ ആദ്യം നിങ്ങളുടെ മൈൻഡിൽ വരെ എന്തായിരിക്കും? ഓക്കെ, കയ്യിൽ പൈസ ഇല്ല. ഓക്കെ, പൈസ ഇല്ലെങ്കിൽ അയാൾ ദരിദ്രനും, പൈസ ഉണ്ടെങ്കിൽ അയാൾ എന്തായിരിക്കും, പണക്കാരനും, അല്ലെങ്കിൽ എന്താ കയ്യിൽ പൈസയുള്ള ആളും, അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. ഈ മിഡിൽ ക്ലാസ് ആയിട്ട് ആളുകൾ ഡിവൈഡ് ചെയ്യുന്നു, ഹൈ ക്ലാസ് ആയിട്ട് ആളുകൾ ഡിവൈഡ് ചെയ്യുന്നു, അതേപോലെ ലോവർ ക്ലാസ് ആയിട്ട് ആളുകൾ ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെയെല്ലാം ഡിവൈഡ് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് എന്താ പറയുക, പൈസ, എമൗണ്ട്. ഓക്കെ, മണി, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ പൈസ ഇല്ലാത്ത ആളെ നമ്മൾ ദരിദ്രം എന്ന് പറഞ്ഞ് വിളിക്കും. ഇപ്പൊ എന്താ പറഞ്ഞു വരുന്നത്?
ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ കയ്യിൽ ഈ ദരിദ്രനാണോ പണക്കാരനോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് വെച്ചിട്ടുള്ള സംഭവത്തിന്റെ പേരാണ് BPL APL. ബിലോ പോവർട്ടി ലൈൻ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം ഇത്ര രൂപ വരുമാനമുള്ള ആളാണെങ്കിൽ അയാള് എന്തായി, എബോ പോവർട്ടി ലൈനായി. അയാൾ എന്തായി, ബിലോ പോവർട്ടി ലൈനായി. അപ്പൊ ബിലോ പോവർട്ടി ലൈനുള്ള ആളുകൾ നമ്മൾ എന്ത് വിളിക്കും, ദരിദ്രൻ എന്ന് വിളിക്കുന്നതായിരിക്കും. അപ്പൊ എന്റെ ചോദ്യം, ഒരാൾ എബോവ് പോവർട്ടി ലൈനിലാണ്, ഓക്കെ, അയാൾക്ക് മാസം 25,000 രൂപ എന്തുണ്ട്, ശമ്പളം ഉണ്ട്. പക്ഷെ അയാളുടെ വീട്ടില് ഒരു കിടപ്പിലായ ഒരു അമ്മയുണ്ട്, പിന്നെ കിടപ്പിലായ അച്ഛനുണ്ട്. അയാളുടെ പൈസ മുഴുവൻ എന്തിനു പോവുകയാണ്, ആക്ച്വലി ഇവരുടെ മരുന്നിനും ചെലവിനും പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ പൈസയേ ഇല്ല. പക്ഷെ സാലറീഡ് എംപ്ലോയി ആയ കാരണം അയാളെ നമ്മൾ എന്തിൽ കൂട്ടില്ല, BPL കൂട്ടുമില്ല. എങ്കിൽ പ്രശ്നമായില്ലേ? അതെ. അപ്പൊ ആ വ്യക്തി ഒരു ദാരിദ്ര്യത്തിലല്ലേ. അയാൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഭക്ഷണം ഒപ്പിക്കാം. പക്ഷെ നല്ല ഭക്ഷണം ഒപ്പിക്കാൻ പറ്റുമോ? ഇല്ല. അയാൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വസ്ത്രം ഒപ്പിക്കാം. നല്ല വസ്ത്രം ഒപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു പ്രത്യേകമായിട്ട് ഓണം, വിഷു ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെലവഴിക്കാനുള്ള പൈസ ഉണ്ടോ? ഇല്ല. അയാളുടെ ഒരു 25,000 രൂപ മാസം സാലറി ഉണ്ട്. പക്ഷെ അയാൾ ആകെ പെട്ടിരിക്കുകയാണ്. എങ്കിൽ അയാളെ നമ്മൾ എന്തിൽ വിളിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ഡയമെൻഷൻ പോവർട്ടിയിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ മൾട്ടി ഡയമെൻഷൻ പോവർട്ടിയിൽ എല്ലാം നല്ലതായിരിക്കും. ഫോർ എക്സാമ്പിൾ, അടിസ്ഥാന ആവശ്യത്തിന്റെ പേരാണ് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം. ബഹുമുഖ ദാരിദ്ര്യത്തിലാണെങ്കിൽ അല്ലെങ്കിൽ മൾട്ടി ഡയമെൻഷൻ പോവർട്ടിയിലാണെങ്കിൽ അതിന്റെ ആവശ്യമാണ് എന്ത് പറയുന്നത്, നല്ല ഭക്ഷണം, ഓക്കെ, നല്ല വസ്ത്രം, നല്ല പാർപ്പിടം. ഓക്കെ. ഒരു വീടുണ്ട്, വീട് എപ്പോഴും ചോർന്നൊലിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നല്ല വീടായില്ലല്ലോ. ഒരു വീടുണ്ട്, ആ ഒറ്റ റൂമിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട കാര്യമുള്ളത്. ഓക്കെ. ബാത്റൂം പുറത്താണ്, പക്ഷെ ബാത്റൂം കൂടി ഇല്ല. അല്ലെങ്കിൽ ബാത്റൂം പുറത്താണ്, ബാത്റൂം കൂടി ഇല്ല. ഇങ്ങനെ രണ്ട് സിറ്റുവേഷനിലാണെങ്കിൽ അയാളെ നമ്മൾ ദരിദ്രൻ എന്ന് വിളിക്കുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വിളിക്കില്ല എന്ന് വരും. കാരണം എന്ത് വരും, BPL മുകളിലായിരിക്കും. പക്ഷേ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിലാണെങ്കിൽ അയാളെ നമ്മൾ എന്ത് വിളിക്കുന്നതായിരിക്കും, ദരിദ്രൻ എന്ന് വിളിക്കുന്നതായിരിക്കും. അപ്പൊ എനിക്ക് രണ്ട് കാര്യം മനസ്സിലായി. ഒന്ന്, എന്താണ് ദാരിദ്ര്യം, ഒന്ന് എന്താണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക. ഇത്രയും കാര്യം, ബഹുമുഖ ദാരിദ്ര്യം എന്താണ്. അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ടു ചെയ്യുന്നത് ബഹുമുഖ ദാരിദ്ര്യമാണ്, അതായത് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ആണ്. എങ്കിൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയെ കുറിച്ച് റിപ്പോർട്ട് ഉണ്ടാക്കേണ്ട ആളുടെ പേരെന്താ, നീതി ആയോഗ് ആണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എത്ര എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുവരെ? 3 എണ്ണം. 2 റിപ്പോർട്ടും ഒരു ചർച്ചാ പ്രബന്ധം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നീതി ആയോഗിന് ഡാറ്റ എവിടുന്നാ കിട്ടുക? സർ, നീതി ആയോഗ് സർവേ ചെയ്യോ? ഇല്ല. നീതി ആയോഗ് സർവേ ചെയ്തില്ലെങ്കിൽ അവരെന്താ ഏറെന്നാണോ ഡാറ്റ ഉണ്ടാക്കുന്നത്? അല്ല. ഓക്കെ. വേറൊരാള് സർവേ ചെയ്യുന്നുണ്ട്. സർവേ ചെയ്യുന്ന ആളുടെ പേരാണ് NFHS. ഓക്കെ. NFHS, നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ. മലയാളത്തിൽ അതിനെ കുടുംബാരോഗ്യ സർവേ എന്ന് വിളിക്കും. ഒരു കുടുംബത്തിലുള്ള മൊത്തം ആളുകളുടെ ആരോഗ്യം മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, അവരുടെ മൊത്തം ഇൻകം എത്രയാണ്, പ്രോബ്ലം എന്താണ്, അവരുടെ വീട്ടിൽ എത്ര പേരുണ്ട് എന്നുള്ള ഡീറ്റെയിൽ എല്ലാം ആരെടുക്കുന്നതായിരിക്കും, ഈ NFHS എടുക്കുന്നതായിരിക്കും. ഓക്കെ അല്ലെ? കുടുംബാരോഗ്യ സർവേ എടുക്കുന്നതായിരിക്കും. ആ ഡാറ്റയെ അനലൈസ് ചെയ്തുകൊണ്ടാണ് ആര് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ഉണ്ടാക്കുന്നത്, നീതി ആയോഗ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ഉണ്ടാക്കുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ. അപ്പോ 2021 നവംബറിലാണ് ആദ്യത്തെ ബഹുമുഖ ദാരിദ്ര്യ സൂചികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാന റിപ്പോർട്ട് വരുന്നത്. ഓക്കെ. ഈ അടിസ്ഥാന റിപ്പോർട്ടിനുള്ള വിവരങ്ങൾ നീതി ആയോഗിന് ലഭിച്ചിരിക്കുന്നത് 2015-16 കാലയളവിലെ കുടുംബാരോഗ്യ സർവേയാണ്. അത് എത്രാമത്തെ കുടുംബാരോഗ്യ സർവേ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം 4ാമത്തെ. ഓക്കെ. അപ്പൊ NFHS-4 4ാമത്തെ കുടുംബാരോഗ്യ സർവേ നടന്നിരിക്കുന്നത് 2015-16 കാലയളവിലാണ്. ഈ 2015-16 കാലയളവിലെ കുടുംബാരോഗ്യ സർവേ അനുസരിച്ച് 2021 നീതി ആയോഗ് ആദ്യം ബഹുമുഖ ദാരിദ്ര്യ സൂചികയുടെ എന്ത് നിർമ്മിച്ചു, അടിസ്ഥാന റിപ്പോർട്ട് നിർമ്മിച്ചു. ആ അടിസ്ഥാന റിപ്പോർട്ട് പ്രകാരം കണ്ടെത്തൽ നടത്തി. എന്താണ് കണ്ടെത്തൽ നടത്തിയത്? രാജ്യത്ത് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയിലുള്ള ആളുകളുടെ എണ്ണം 25.01% കണ്ടുപിടിച്ചു. ഓക്കെ. ഇത് എപ്പോഴത്തെ കണക്ക് വെച്ചിട്ടാണ്? 2015-16 കാലയളവിലെ കണക്ക് വെച്ച് കണ്ടുപിടിച്ചു. എങ്കിൽ ഇവരെ കുറയ്ക്കണ്ടേ? അതെ. കുറയ്ക്കാനുള്ള വഴിയാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. എങ്ങനെ കുറയ്ക്കാം, കുറഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം. അപ്പൊ നമ്മൾ കുറഞ്ഞോ ഇല്ലയോ എന്ന് അനലൈസ് ചെയ്യണമല്ലോ. അതെ. നമ്മൾ ആദ്യം ഒരു എക്സാം നടത്തി. ഓക്കെ. എക്സാം നടത്തിയത് 2021
അപ്പൊ എക്സാം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 2 വർഷം നിങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, എങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടും ഇതേ 25 മാർക്കാണ് കിട്ടുന്നതെങ്കിൽ എവിടെയോ എന്തോ പ്രശ്നമുണ്ടല്ലോ. ഓക്കെ, ഇനി മാർക്ക് ബെറ്റർ ആവണ്ടേ? പക്ഷെ ഇവിടെ ദാരിദ്ര്യമല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ ദാരിദ്ര്യം എന്ത് ചെയ്യണം? കുറയണല്ലോ. അപ്പൊ അടിസ്ഥാന റിപ്പോർട്ട് എപ്പോ കൊണ്ടുവന്നു? 2021. അതിന്റെ പുരോഗതി അവലോകനം, അതിന്റെ അവലോകന റിപ്പോർട്ട് എപ്പോ കൊണ്ടുവന്നു? 2023 ജൂണില്. ഓക്കെ, എന്തിനെയാണ് താരതമ്യം ചെയ്തത്? NFHS4നെയും NFHS5നെയും. ഓക്കെ, അപ്പൊ NFHS4 പ്രകാരം 2015-16 പറഞ്ഞിരുന്നത് 25.01 ആളുകൾ എന്താണ്? ബഹുമുഖ ദാരിദ്ര്യം, മൾട്ടി ഡയമെൻഷൻ പോവർട്ടിയിലാണെന്ന് പറഞ്ഞു. 2019-21 NFHSന്റെ 5ാം ഭാഗം എന്ത് ചെയ്തു? പുറത്തിറക്കി. ഇത് രണ്ടും പുറത്തിറക്കിയപ്പോ ഒരു പ്രധാനമായിട്ട് നമ്മളൊരു കണ്ടുപിടുത്തം നടത്തി. എന്താണ് സാർ കണ്ടുപിടുത്തം നടത്തിയത്? 13.5 കോടി ആളുകൾ എന്ത് ചെയ്തു? ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വന്നു. ഓക്കെ, എന്ന് വെച്ചാ ബഹുമുഖ ദാരിദ്ര്യയുടെ അവരുടെ എണ്ണം ഒക്കെ ഇവിടെ 25.1 ആയിരുന്നില്ലേ? അപ്പൊ കറക്റ്റ് ആയിട്ട് 24.85% നിന്ന് എത്രയായിട്ട് കുറഞ്ഞു? 14.96% കുറഞ്ഞു. ഓക്കെ, എന്താണ് ആക്ച്വലി 24.85 മെയിൻ ആയിട്ട് എടുക്കേണ്ടത്. 24.85% നിന്ന് 14.96% കുറഞ്ഞു. എപ്പ കുറഞ്ഞു? 2023 റിപ്പോർട്ട് വന്നപ്പോ കുറഞ്ഞു. ഓക്കെ, കാലാവധി എപ്പോഴാ? 2019-21. സാർ ഈ പറയുന്ന ആ കൺഫ്യൂഷൻ ആയതുകൊണ്ട് റിപ്പോർട്ടിന്റെ കാര്യം മാത്രം ഒന്ന് പറയാമോ? പറയാം. ഓക്കെ, അടിസ്ഥാനമായിട്ടുള്ള റിപ്പോർട്ട് നീതി ആയോഗ് പുറത്തിറക്കുന്നത് 2021 സമ്മതിച്ചു. പക്ഷെ 2021 ഡാറ്റ അല്ല അവർ എടുക്കുന്നത്. അവരെടുക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് 2015-16 കാലയളവിലെ ഡാറ്റയാണ് അവരെടുക്കുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ ആദ്യത്തെ നമ്മൾ 25% അല്ലെങ്കിൽ 24.85%, ഓക്കെ, എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചത് ഏത് കാലയളവിലുള്ളതാണ്? 2015-16 കാലയളവിലാണ്. കറക്റ്റ് അല്ലേ? റിപ്പോർട്ട് വന്നത് 2021 കേട്ടോ. രണ്ടാണല്ലോ. അതെ. ഇനി 2019-21 കാലയളവില് NFHS5 എന്ന് പറയുന്നത് എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അപ്പൊ അടുത്ത ഡൗട്ട്, സാർ 2015-16 കുടുംബാരോഗ്യ സർവേ 4 നടന്നത്. എങ്കിൽ ലോജിക്കലി 16-17 കുടുംബാരോഗ്യ സർവേ 5 നടക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ കുടുംബാരോഗ്യ സർവേ എടുത്തോ പിടിച്ചോ കൊണ്ട് എന്ത് ചെയ്യില്ല? നടക്കില്ല. ഓക്കെ, എങ്കിൽ 2019-21 അടുത്ത കുടുംബാരോഗ്യ സർവേ നടന്നിരിക്കുന്നത്. അത് ഗവൺമെന്റ് ഇഷ്ടം. അപ്പൊ 2019-21 ഡാറ്റ അനലൈസ് ചെയ്യുന്ന ഏത് വർഷമാണ്? 2013. അപ്പൊ ആദ്യം നിങ്ങൾക്ക് ഒരു ബേസ് ഉണ്ട്, രണ്ടാമത് നിങ്ങൾക്ക് പുതിയ ഡാറ്റ ഉണ്ട്. രണ്ടിനെയും കൂടി താരതമ്യപ്പെടുത്തിയിട്ട് നീതി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ആ റിപ്പോർട്ടിന്റെ പേരാണ് പുനർ അവലോകന റിപ്പോർട്ട്. ഓക്കെ അല്ലെ? പുനർ അവലോകന റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ഇത് പ്രകാരം ഈ കാലയളവിൽ ഏതാണ് ഈ കാലയളവ്? 2015-16 ടു 2019-21 ഈ കാലയളവില് 13.5 കോടി ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വന്നു. എന്ത് ദാരിദ്ര്യം? ബഹുമുഖ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വന്നു. അപ്പൊ അവർക്ക് നല്ല ഭക്ഷണം കിട്ടുന്നുണ്ട്, നല്ല വസ്ത്രം കിട്ടുന്നുണ്ട്, നല്ല വീട് കിട്ടുന്നുണ്ട്. അപ്പൊ 2015-16 ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം 24.85% ഓക്കെ, 2019-21 അതിന്റെ ശതമാനം 14.96 ആയിട്ട് എന്ത് ചെയ്തു? കുറഞ്ഞു. ഇത്രയും കാര്യം ഒക്കെയാണോ? അതെ. 2024 അവരൊരു ചർച്ചാ പ്രബന്ധം പബ്ലിഷ് ചെയ്തു. 2024 ജനുവരിയിലാണ് ചർച്ചാ പ്രബന്ധം പബ്ലിഷ് ചെയ്തത്. ഓക്കെ അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് അവർ 3 കാലഘട്ടങ്ങളിലെ NFHS സർവേ വിശകലനം ചെയ്തു. ഒന്നാമത്തെ കാലഘട്ടം 2005-6, രണ്ടാമത്തെ കാലഘട്ടം 2015-16, മൂന്നാമത്തെ കാലഘട്ടം 2019-21. ഓക്കെ, അപ്പൊ ഇപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര കുടുംബാരോഗ്യ സർവേയുടെ അല്ലെങ്കിൽ NFHS സർവേയുടെ ഡാറ്റയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട എണ്ണമാണ് എന്ത്? 5 എണ്ണം. ഓക്കെ, 5 സർവേയുടെ ഡാറ്റയാണ് നമ്മുടെ കയ്യിലുള്ളത്. 6ാമത്തെ സർവേ ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ അല്ലെ? പക്ഷേ ഈ 6ാമത്തെ സർവേയുടെ ഡാറ്റ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. NFHS6ന്റെ ഡാറ്റ എന്റെ അറിവ് ശരിയാണെങ്കിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ വെച്ചിട്ടാണ് അനലൈസ് ചെയ്തത്. ഈ അനലൈസ് ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് അവരെന്ത് ചെയ്തു? ആക്ച്വലി ഒരു എസ്സേ അങ്ങോട്ട് പുറത്തിറക്കി. ഈ എസ്സേ പ്രകാരം 2013-14 2022-23 ഇടയിൽ 24.82
കോടി ആളുകൾ. ഓക്കെ, ഇവിടെ എത്ര വന്നിട്ടുണ്ടായിരുന്നത്? 13.5 കോടി. ഈ കാലയളവ് എപ്പോ തൊട്ട് എപ്പോ വരെയാണ്? ഈ 2015 മുതൽ 2021 വരെ. ഈ കാലയളവ് എപ്പോ തൊട്ട് എപ്പോ വരെയാണ്? 2005 മുതൽ 2023 വരെ. ഓക്കെ അല്ലെ? ഈ കാലയളവിനിടയിൽ ഏകദേശം 24.82 കോടി ആളുകൾ ബഹുമുഖ ദാരിദ്ര്യത്തിൽ എന്ത് ചെയ്തു? പുറത്തു വന്നു. അപ്പൊ ഈ ഒരു 25 കോടി ആളുകളെ നമ്മൾ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയിൽ എന്ത് ചെയ്തു? മാറ്റി. ഇതാണ് നീതി ആയോഗ് 2024 പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യമൊക്കെ അല്ലേ? അതെ. അപ്പൊ ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്പർ 1, ദാരിദ്ര്യവും ബഹുമുഖ ദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഓക്കെ, ഒരാളെ പണത്തിന്റെ അടിസ്ഥാനത്തിൽ BPL APL എന്ന് തിരിക്കുകയാണെങ്കിൽ അത് ദാരിദ്ര്യം. ഓക്കെ, അവർക്ക് അടിസ്ഥാന ആവശ്യങ്ങളല്ല, അടിസ്ഥാന ആവശ്യങ്ങളെ കൂടുതലായിട്ട് നല്ല ഭക്ഷണം, നല്ല പാർപ്പിടം, നല്ല എന്താണ് ആക്ച്വലി വസ്ത്രം എന്നിവ കിട്ടുന്നില്ലെങ്കിൽ അതെന്താണ്? മൾട്ടി ഡയമെൻഷണൽ ദാരിദ്ര്യം. ഓക്കെ, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന സംഘടനയുടെ പേരെന്താ, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പേരെന്താ? നീതി ആയോഗ്. ഓക്കെ, ഇതുവരെ നീതി ആയോഗ് ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സുമായി ബന്ധപ്പെട്ടിട്ട് എത്ര സൂചിക, എത്ര റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്? 3 എണ്ണം. ഓക്കെ, 2 റിപ്പോർട്ട്സും ഒരു ചർച്ചാ പ്രബന്ധവും കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ അല്ലെ? ഇതിനുള്ള ഡാറ്റ അവർക്ക് കിട്ടുന്ന എവിടെ നിന്നാണ്? NFHS സർവേ എന്നാണ്. എത്ര NFHS സർവേ ഇതുവരെ നടന്നിട്ടുണ്ട്? 6 എണ്ണം. ഓക്കെ അല്ലെ? 5 സർവേയുടെ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. 6ാമത്തെ സർവേയുടെ ഡാറ്റ എന്ത് ചെയ്തിട്ടില്ല? പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. 1ാമത്തെ റിപ്പോർട്ടിന്റെ പേരെന്താ? അടിസ്ഥാന റിപ്പോർട്ട്. എപ്പോഴാ വന്നത്? 2021 നവംബറിൽ. അതിന്റെ കാലാവധി ഏത് കാലാവധിയിലെ ഡാറ്റയാണ് അനലൈസ് ചെയ്തിരിക്കുന്നത്? NFHS 4. ഓക്കെ, അതിന്റെ 2015-16 കാലയളവിലെ ഡാറ്റയാണ് അനലൈസ് ചെയ്തിരിക്കുന്നത്. എന്താണ് ബഹുമുഖ ദാരിദ്ര്യമുള്ളവര്? ഏകദേശം 25%. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 24.85%. അതിൽ നിന്ന് 2023 പുരോഗതി അവലോകന റിപ്പോർട്ട് വന്നത് എപ്പോഴാണ്? 2023 ജൂലൈയിൽ. ഏത് 2 NFHS സർവേയാണ് താരതമ്യം നടത്തിയത്? NFHS 4, NFHS 5. ഇതിന് രണ്ടിനെയും താരതമ്യം നടത്തി. ഇതിനെ താരതമ്യം നടത്തിയപ്പോൾ എത്ര കോടി ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വന്ന റിപ്പോർട്ട് പറഞ്ഞു? 13.5 കോടി ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു വന്നായിട്ട് അത് വന്നു റിപ്പോർട്ട് പറഞ്ഞു. ഓക്കെ അല്ലെ? എങ്കിൽ എത്ര ശതമാനമായിട്ട് കുറഞ്ഞു? 2019-21 16.96% എന്ത് കുറഞ്ഞു? ബഹുമുഖ ദാരിദ്ര്യമുള്ളവരുടെ എണ്ണം കുറഞ്ഞു. അങ്ങനെ ചർച്ചാ പ്രബന്ധം പുറത്തിറക്കിയപ്പോ 2024 ഏതു മാസം? ജനുവരിയിൽ. ഏതൊക്കെ NFHS സർവേയാണ് അനലൈസ് ചെയ്തിരിക്കുന്നത്? 2005-6, 2015-16, 2019-21 എന്നീ 3 NFHS സർവേ എന്ത് ചെയ്തിട്ടുണ്ട്? അനലൈസ് ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ട് എന്താ കണ്ടുപിടിച്ചത്? 2013-14 ഇടയ്ക്കും 2022-23 ഇടയ്ക്കും ഏകദേശം 24.82 കോടി ആളുകൾ എന്ത് ചെയ്തു? ബഹുമുഖ ദാരിദ്ര്യത്തിൽ നിന്നായിട്ടുണ്ട് പുറത്തു വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാൻ പോകുന്നത് 2020 റിപ്പോർട്ട് അല്ല. 1, 2023 പുനരവലോകനം. 2ാമത്തെ ചർച്ചാ പ്രബന്ധം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 2024. ഈ 2 കാര്യങ്ങളാണ് നോക്കുന്നത്. ഓർഡറിൽ പോവുകയാണെങ്കിൽ ആദ്യം 2024 നോക്കും, എന്നിട്ട് എന്ത് ചെയ്യും? 2023 നോക്കും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എന്താണ് ബഹുമുഖ ദാരിദ്ര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ബഹുമുഖ ദാരിദ്ര്യം ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് ശുദ്ധമായിട്ടുള്ള വെള്ളം ഉണ്ടാവില്ല, അവർക്ക് വൈദ്യുതി കിട്ടില്ല, അവർക്ക് വിദ്യാഭ്യാസം കിട്ടില്ല, അവർക്ക് ആരോഗ്യം ഉണ്ടാവില്ല. ഓക്കെ അല്ലെ? അപ്പൊ ഇതെല്ലാം നമ്മൾ ബഹുമുഖ ദാരിദ്ര്യത്തിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. മൾട്ടി ഡയമെൻഷൻ പോവർട്ടിയിൽ വെറും പൈസ ഇല്ല എന്ന് മാത്രമല്ല, ആരോഗ്യം നിങ്ങളുടെ വീക്കാണ്. ഓക്കെ, എങ്കിൽ നിങ്ങൾ എന്തിൽ വരും? ബഹുമുഖ ദാരിദ്ര്യത്തിൽ വരും. വീട്ടിൽ വൈദ്യുതി ഇല്ല, നിങ്ങൾ ബഹുമുഖ ദാരിദ്ര്യത്തിൽ വരും. വെള്ളമുണ്ട് വീട്ടിൽ, കുടിക്കാൻ പറ്റില്ല, ബഹുമുഖ ദാരിദ്ര്യത്തിൽ വരും. വിദ്യാഭ്യാസം ബേസിക് ആയ വിദ്യാഭ്യാസമേ ഉള്ളൂ. ഓക്കെ അല്ലെ? അപ്പൊ നിങ്ങളുടെ കയ്യിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി 10th +2 അല്ലെങ്കിൽ കോളേജ് ഡിഗ്രി അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് വരും? ആക്ച്വലി വിദ്യാഭ്യാസം ഇല്ല എന്ന് വരും. നമ്മുടെ ഇത് പ്രകാരം ഒരു 10ാം ക്ലാസ് പാസ്സാവണം, +2 പാസ്സാവണം. ഓക്കെ, അതില്ലെങ്കിൽ എന്ത് വരും? വിദ്യാഭ്യാസം ഇല്ല എന്ന് വരും. ദാരിദ്ര്യം എടുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കില്ലല്ലോ. ഓക്കെ, അപ്പൊ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി എടുക്കുമ്പോൾ, ബഹുമുഖ ദാരിദ്ര്യം എടുക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇതെല്ലാം കൺസിഡർ ചെയ്യും. അപ്പൊ ദാരിദ്ര്യത്തിന്റെ ഡെഫിനിഷൻ തന്നെ മാറിയില്ലേ? മാറി. ഓക്കെ അല്ലെ? അപ്പൊ ബഹുമുഖ ദാരിദ്ര്യം അളക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സൂചിക വേണം. ആ സൂചികയിൽ നമ്മൾ 3 കാര്യങ്ങളാണ് ഉദ്ദേശിക്കുക. 1ാമത്തെ കാര്യം എന്താ? ആരോഗ്യം. ആരോഗ്യത്തിൽ എന്താ വേണ്ടത്? പോഷകാരോഗ്യം. ദിവസവും കഞ്ഞി കുടിക്കുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ് മാത്രം കിട്ടിയതുകൊണ്ട് കാര്യമില്ലല്ലോ. ഓക്കെ, എവിടെ പോയി നിങ്ങളുടെ
ഫൈബർ, എവിടെ പോയി നിങ്ങളുടെ പ്രോട്ടീൻ, ഇതെല്ലാം വേണ്ടേ? അപ്പോ നമ്മളൊരു ഡയറ്റ് വെച്ചിട്ടല്ലേ ഇത് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പൊ പോഷകാഹാരം കിട്ടുന്നുണ്ടോ ഇല്ലയോ? വെറും ആഹാരം പോരാ, നല്ല ആഹാരം. ശിശു മരണനിരക്ക് എങ്ങനെയാണ്? നിങ്ങൾ തന്നെ പറ. ശിശു മരണനിരക്ക് കുറയണോ കൂടണോ? കുറയണം. ഓക്കെ, മാതൃ ആരോഗ്യം, അമ്മയുടെ ആരോഗ്യം എങ്ങനെയാണ്? നല്ല ആരോഗ്യമുണ്ടോ? വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടോ? സ്കൂളിലെ ഹാജർ, സ്കൂളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ പോണേ ഇല്ല. ഓക്കെ, അപ്പൊ ഹാജർ നില എങ്ങനെയാണ്? ജീവിത നിലവാരം, ശുചിത്വമായ ഒരു വീടാണോ നമ്മുടെ കയ്യിലുള്ളത്? അവിടെ കുടിവെള്ളം ഉണ്ടോ? കുടിക്കാൻ പറ്റുന്ന വെള്ളമാണോ? പാചക ഇന്ധനം, ഗ്യാസ് ഉണ്ടോ? അതോ നമ്മൾ എന്താ വിറകടുപ്പ് തന്നെയാണോ യൂസ് ചെയ്യുന്നത്? വൈദ്യുതി, ഓക്കെ, വീട്ടിൽ വൈദ്യുതി ഉണ്ടോ? വീടുണ്ടാ പ്രോപ്പർ ആയിട്ട്? ബാങ്ക് അക്കൗണ്ട് ഉണ്ടാ? ഓക്കെ അല്ലെ? അപ്പൊ ദാരിദ്ര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഒന്നും കൺസിഡർ ചെയ്തില്ലല്ലോ. ബാങ്ക് അക്കൗണ്ട് ഉണ്ടാ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും. ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് വിളിക്കുന്നതായിരിക്കും? നിങ്ങൾ മൾട്ടി ഡയമെൻഷണൽ പ്രോവർട്ടിയിലാണെന്ന് പറയും. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായി? മൾട്ടി ഡയമെൻഷണൽ പ്രോവർട്ടിന്ന് പുറത്തു വന്നു. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ ദാരിദ്ര്യം എന്ന് വെച്ചാൽ പണത്തെ വെച്ച് മാത്രം നിർവചിക്കുന്നു. കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞു മാത്രം നിർവചിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓക്കെ എങ്ങനെ അതിനെ മൾട്ടിപ്ലൈ നോക്കാം? യഥാർത്ഥത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ആരാണ്? അവരുടെ കയ്യിൽ പൈസയുടെ മാത്രമല്ല വേറെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. എങ്കിൽ അവരെയും നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ദരിദ്രർ എന്ന് പറയുന്ന വിഭാഗത്തിൽ ചേർക്കുന്നതായിരിക്കും. അതിന്റെ പേരാണ് ബഹുമുഖ ദാരിദ്ര്യം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നീതി ആയോഗ് കൊണ്ടുവന്നിട്ടുള്ള ഒരു എസ്സേയുടെ അല്ലെങ്കിൽ പ്രബന്ധത്തിന്റെ പേരാണ് ചർച്ചാ പ്രബന്ധം 2024. ആ എസ്സേയുടെ ഹെഡിങ് ആണ് 2005-6 മുതൽ ഇന്ത്യയിലെ ബഹുമുഖ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ ഏതാണ് അവർ അടിസ്ഥാന വർഷം എടുത്തിരിക്കുന്നത്? 2005-6 മുതൽ ഏത് വർഷം വരെ? 2022-23 വരെ. ഓക്കെ അല്ലെ? കാരണം നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ഡാറ്റയിലുള്ള NFHS സർവേയുടെ ഡാറ്റ ഏത് വർഷം വരെയുള്ളതാണ്? ആക്ച്വലി എത്രാമത്തെ വരെയുള്ളതാണ് NFHS സർവേ? 5 ഉള്ളൂ, 6 വന്നിട്ടില്ല. ഇത്രയും കാര്യം ഓക്കെ അല്ലെ? 6 പുറത്തിറങ്ങിയിട്ടില്ല, ഡാറ്റ കിട്ടിയിട്ടില്ല. എങ്കിൽ 2005-6 മുതൽ ഇന്ത്യയിലെ ബഹുമുഖ ദാരിദ്ര്യം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു എസ്സേ അങ്ങോട്ട് പുറത്തിറക്കി. ആരാ പുറത്തിറക്കിയത്? നീതി ആയോഗ്. എന്തു പറഞ്ഞു? 9 വർഷത്തിനിടെ ഓക്കെ 24.82 കോടി ആളുകൾ ബഹുമുഖ ദാരിദ്ര്യം ചെയ്തു രക്ഷപ്പെട്ടു. അതിനു വേണ്ടിയിട്ട് അവരെടുത്ത ഡാറ്റ എവിടെയൊക്കെയാണ്? ഒന്നുകൂടി പറഞ്ഞു. ഏതൊക്കെയാണ്? 2005-6 NFHS സർവേ, 2015-16 NFHS സർവേ, 2019-21 NFHS സർവേ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഏതൊക്കെ മേഖലയിലുള്ള ദാരിദ്ര്യത്തെയാണ് കൺസിഡർ ചെയ്യുന്നത്? 3 പ്രധാനപ്പെട്ട മേഖല. ഏതൊക്കെയാണ് 3 പ്രധാനപ്പെട്ട മേഖല? ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ടിട്ട് എത്ര സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ എത്ര സൂചികയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ട സൂചികയുടെ എണ്ണമാണ് 12. ആ 12ൽ എന്തൊക്കെയുണ്ട്? പോഷകാഹാരം കിട്ടുന്നുണ്ടോ? കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക് എങ്ങനെയാണ്? മാതൃ ആരോഗ്യമുണ്ടോ? സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ വർഷങ്ങൾ, എത്ര വർഷം അവർ പഠിക്കുന്നുണ്ട്? സ്കൂളിൽ ഹാജർ നിറയുണ്ടോ? പാചക ഇന്ധനമുണ്ടോ? ശുചിത്വമുണ്ടോ? കുടിവെള്ളമുണ്ടോ? വൈദ്യുതി ഉണ്ടോ? പാർപ്പിടമുണ്ടോ? എത്ര ആസ്തിയുണ്ട്? എത്ര ബാങ്ക് അക്കൗണ്ട് ഉണ്ട്? എന്നുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് വരാൻ പോകുന്ന ഒരു വാക്കെന്ന് പറയുന്നത് എന്താണ്? സുസ്ഥിര വികസനം എന്ന് പറയുന്ന വാക്കാണ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള അതേ കാര്യം. ഓക്കെ, അടിസ്ഥാനപരമായ ആരോഗ്യം കൊടുത്താൽ എന്താണ്? വികസനം. നല്ല ആരോഗ്യം കൊടുത്താൽ എന്താണ്? ആക്ച്വലി സുസ്ഥിര വികസനം. അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം കൊടുത്താൽ വികസനം. നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ സുസ്ഥിര വികസനം. അപ്പൊ ആ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ പറഞ്ഞു. ഓക്കെ, ഒരു ക്ലാസ് റൂം ഉണ്ട്. ആ ക്ലാസ് റൂം അവിടെയുണ്ട്. ഉടഞ്ഞ ബെഞ്ചും ഡെസ്കും ആണ്. ബോർഡ് ഉണ്ട്. എന്താണ്? ചോക്ക് കൊണ്ടിരുന്നു പെട്ടെന്ന് മാഞ്ഞു പോകുന്നു. അത് അങ്ങനെ കൊടുത്ത് എന്തായി? ആക്ച്വലി അവിടെ ഒരു ക്ലാസ് റൂം കൊടുത്തിട്ടുണ്ട്. പക്ഷെ സുസ്ഥിര വികസനമാണെങ്കിൽ എങ്ങനെയാ കൊടുക്കുക? ആ ക്ലാസ് റൂം എങ്ങനെയായിരിക്കും? ഹൈടെക് ആയിരിക്കും. ആ ബോർഡ് എന്തായിരിക്കും? സ്മാർട്ട് ആയിരിക്കും. സ്മാർട്ട് പേന കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അപ്പൊ ജീവിത നിലവാരം, ആഹാരം കഴിക്കുന്നു എന്ന് വെക്കൂ. ഓക്കെ അല്ലെ? ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ആഹാരം കഴിക്കുന്നുണ്ട്, പട്ടിണിയിൽ നിന്ന് മാറാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവർക്ക് പോഷകം കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ സുസ്ഥിര വികസനമാണ് എന്ത് കിട്ടുന്നുണ്ടാവും? എന്താ പറയാ? പോഷകാഹാരം കിട്ടുന്നുണ്ടാവും. അങ്ങനെ 12 സുസ്ഥിര വികസനങ്ങൾ എന്ത് ചെയ്യുന്നു? ഇതിനെ പ്രതിനിധീകരിക്കുന്നു. ഇത് നമുക്ക് ചിത്രത്തിലൂടെ എന്ത് ചെയ്യാം? പഠിക്കാം. ഓക്കെ.
ഓക്കെ അല്ലെ? അതിനു വേണ്ടിയിട്ട് ഇങ്ങനൊരു ഐഡിയ ആരെങ്കിലും ക്രിയേറ്റ് ചെയ്യണമല്ലോ. ഓക്കെ, അപ്പോ MPI എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. ഓക്കെ, ബഹുമുഖ ദാരിദ്ര്യ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, അതാണ് MPI. ഈ MPI ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടുപേര് ചേർന്നാണ്. ഒരാളുടെ പേര് ആൽകെയർ, ഒരാളുടെ പേര് ഫോസ്റ്റർ. ഓക്കെ, അപ്പൊ ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സില് ബഹുമുഖ ദാരിദ്ര്യ സൂചികയില് നമ്മൾ ആളുകളെ ദാരിദ്ര്യം അളക്കുന്നത് ആരുടെ രീതി വെച്ചിട്ടാണ്? ആൽക്കൈൽ ആൻഡ് ഫോസ്റ്ററുടെ രീതി വെച്ചിട്ടാണ്. ഓക്കെ അല്ലെ? ഇതിവിടെ നമ്മള് എന്താണ് പറയാ, വളരെ കൂലങ്കഷമായിട്ട് ഒരു എന്താ പറയാ, എന്താ ഈ കളറിന്റെ പേരെന്താ, റെഡ് കളറിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പരമ്പരാഗത പണദാരിദ്ര്യ അളവുകൾക്ക് പൂരകമായ ഒരു വീക്ഷണം നൽകുന്നു. ഈ ലൈനിന്റെ പ്രത്യേകത എന്താ? പരമ്പരാഗതമായ പണദാരിദ്ര്യ അളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പണം കൊണ്ട് മാത്രം ദാരിദ്ര്യത്തെ അളക്കുന്നതിന് പകരം അതിന് പൂരകമാകുന്നു. ഇതേ ലൈനാണ് PSC വരിക. അതിനെന്താവുന്നു? പൂരകമാകുന്നു. എന്ന് വെച്ചാൽ പൂരകം എന്ന് വെച്ചാൽ എന്താ? അതിന് പകരം നിൽക്കുന്ന രീതിയിൽ പുതിയൊരു ലൈൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ദാരിദ്ര്യത്തിന് വേണ്ടിയിട്ട്, പോവർട്ടിക്ക് വേണ്ടിയിട്ട്. ആ ലൈനിന്റെ പേരെന്താ? ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക. ഇത്രയും കാര്യം ഒക്കെ ആണോ? അതെ. അപ്പൊ ആൽകെയിൽ ഫോസ്റ്റർ മെത്തേഡ്, സബീന ആൽകെയിലും ജെയിംസ് ഫോസ്റ്ററുമാണ് ഈ പരിപാടി കൊണ്ടുവന്നിരിക്കുന്നത്. അവരെങ്ങനെയാ ചെയ്യുക? ഒന്ന്, ഏതൊക്കെ ഡൈമെൻഷൻ വേണം, ഇൻഡിക്കേറ്റേഴ്സ് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഓരോ ഇൻഡിക്കേറ്റേഴ്സിനും കട്ട് ഓഫ് എത്രയാന്നുള്ളത് പറയുക. ഓക്കെ, എന്നിട്ട് ഈ ഇൻഡിക്കേറ്റേഴ്സിനെ ഓരോ പേഴ്സണൊന്നും സെയിം സർവേയിൽ തന്നെ ഡാറ്റ എടുക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, എന്നിട്ട് പോവർട്ടി കട്ട് ഓഫ് ഐഡന്റിഫൈ ചെയ്യുക. അതിലൂടെ നമ്മൾ ഹെഡ് കൗണ്ട് റേഷ്യോ, അതിന്റെ പേരാണ് M0. ഓക്കെ, അത് നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മൾട്ടി ഡയമെൻഷണൽ ഇൻഡെക്സുമായിട്ട്, ഇൻഡിക്കേറ്റേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ കൺസിഡർ ചെയ്യുന്നു. സർ, അത്ര കാര്യമായിട്ടൊന്നും മനസ്സിലായില്ലല്ലോ. ഇത് മൊത്തം മനസ്സിലാക്കേണ്ട കാര്യമില്ല, പക്ഷെ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ആൽകെയർ ഫോസ്റ്റർ മെത്തേഡിൽ നമ്മൾ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഡൈമെൻഷനെ സെലക്ട് ചെയ്യണം. നമ്മൾ ഡൈമെൻഷനെ സെലക്ട് ചെയ്തു. ഏതൊക്കെയാണ്? ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം. ഇങ്ങനെ നമ്മൾ ഡൈമെൻഷനെ സെലക്ട് ചെയ്തു. രണ്ട്, ഡിപ്രീവിയേഷൻ കട്ട് ഓഫ് ഉണ്ടാക്കുക. ഓക്കെ, ഡിപ്രീവിയേഷൻ കട്ട് ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യത്തിൽ എന്തൊക്കെയാണ് വേണ്ടത്? പോഷകാഹാരം കിട്ടുന്നുണ്ടോ? കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്കുണ്ടോ? ഓക്കെ അല്ലെ? അപ്പൊ മരണനിരക്ക് കറക്റ്റ് ആണോ അല്ലയോ എന്ന് അറിയണം. എങ്കിൽ ആ മരണനിരക്കിന്റെ റേറ്റ് വെക്കുക. ഇത്ര മരണനിരക്ക് ഉണ്ടെങ്കിൽ ഓക്കെ, എന്തായാലും ആളുകൾ മരിക്കുമല്ലോ. അതിനേക്കാളും കൂടുതൽ എന്താണ്? പ്രോബ്ലം ഉണ്ട്. പോഷകാഹാരത്തിൽ ഡയറ്റ് വെക്കുക. ഈ ഡയറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, കിട്ടുന്നില്ലെങ്കിൽ പ്രശ്നം. ഓക്കെ, സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ വർഷത്തിൽ ഇത്ര വർഷം അവർ മിനിമം പഠിക്കണം എന്ന് ഉറപ്പ് വെക്കുക. അതിന്റെ പേരാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. ആ കട്ട് ഓഫ് നമ്മൾ വെച്ചു. എന്നിട്ട് നമ്മൾ ഈ ഇൻഡിക്കേറ്റേഴ്സിന് ഡാറ്റ എടുക്കാൻ പോകുന്നത് സെയിം സർവേ എന്നായിരിക്കും. എല്ലാപ്പോഴും ഒരേ സർവേ എന്നാണ് എടുക്കേണ്ടത്. എങ്കിൽ ഇന്ത്യ എടുക്കുന്ന സർവേയുടെ പേരെന്താ? NFHS സർവേ. ഓക്കെ അല്ലെ? അതിന്റെ പേര് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പോവർട്ടി കട്ട് ഓഫ് വെക്കുന്നു. കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഈ ഡയമെൻഷൻസിന് വേണ്ടി ഒരു കട്ട് ഓഫ് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഒരു റേഷ്യോ കണ്ടുപിടിക്കുന്നു. റേഷ്യോയുടെ പേരാണ് M0. ഓക്കെ, ഹെഡ് കൗണ്ട് റേഷ്യോ കണ്ടുപിടിക്കുന്നു. ഈ ഹെഡ് കൗണ്ട് റേഷ്യോ കാര്യം ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയില്ലെങ്കിലും ഈ 4 സ്റ്റെപ്പ് കണ്ടുപിടിക്കുക. ഇവർ രണ്ടുപേരുടെ പേര് മനസ്സിലാക്കുക. ഒരാളുടെ പേര് സബീന ആൽകെയർ, ഒരാളുടെ പേര് ജെയിംസ് ഫോസ്റ്റർ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ മൊത്തം ദേശീയ MPI, ഓക്കെ, മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, അത് എത്രണ്ണം ഉണ്ട്? 12 സൂചികയുണ്ട്. ആഗോള MPI, ഗ്ലോബൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, എത്ര സൂചകമുണ്ട്? 10 സൂചകമുണ്ട്. സർ, എന്ന് വെച്ചാൽ ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് പറഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടി സ്പെഷ്യലായി ഉണ്ടാക്കിയതല്ല. ഇത് സബീന ആൽകെയറും ജെയിംസ് ഫോസ്റ്ററും ലോകത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പൊ ലോകത്തില് എങ്ങനെയാണ് പോവർട്ടി കുറഞ്ഞോ കൂടിയോ എന്ന് നോക്കണം. അത് നോക്കാൻ വേണ്ടിയിട്ട് 10 സൂചകമുണ്ട്. ഇന്ത്യയിൽ എത്ര ഉണ്ടാക്കിയിട്ടുണ്ട്? 12 സൂചകം. അപ്പൊ നമുക്ക് ആദ്യം ആഗോള MPI നോക്കിയാലോ? അതെ. എന്തൊക്കെയാണ് 3 ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഓക്കെ, നമ്മുടെ 3 ഏതൊക്കെയാണ്? 3 ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരം. അപ്പൊ എന്റെ ചോദ്യം, ആഗോള MPI ആണെങ്കിലും ഇന്ത്യയുടെ MPI ആണെങ്കിലും ഹെൽത്ത്, എഡ്യൂക്കേഷൻ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് സെയിം തന്നെയാണ്. അപ്പൊ എന്തിലാ വ്യത്യാസമുള്ളത്? അതിലുള്ള ഇൻഡിക്കേറ്റേഴ്സിലാണ് വ്യത്യാസമുള്ളത്, സൂചകങ്ങളിലാണ് വ്യത്യാസമുള്ളത്. എത്രണ്ണം വേണം? ഇവിടെ 10, ഇവിടെ എത്രണ്ണം വേണം? 12. ഓക്കെ അല്ലെ? അപ്പൊ ഇവിടെ 10 നോക്കാം. ഒന്നാമത്തെ ന്യൂട്രീഷൻ, രണ്ടാമത്തെ ചൈൽഡ് മോർട്ടാലിറ്റി,
മൂന്നാമത്തെ സ്കൂളിംഗ്, എത്ര വർഷം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, സ്കൂൾ അറ്റൻഡൻസിന് എത്രയുണ്ട്, കുക്കിംഗ് ഫ്യൂവൽ ഉപയോഗിക്കുന്നുണ്ടോ, സാനിറ്റേഷൻ ഉണ്ടോ, ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്നുണ്ടോ, ഇലക്ട്രിസിറ്റി കിട്ടുന്നുണ്ടോ, ഹൗസിംഗ് കിട്ടുന്നുണ്ടോ, അസറ്റ് ഉണ്ടോ. ഓക്കെ, അപ്പൊ 1 2 3 4 5 6 7 8 9 10 10 ഇതെന്താ, ഇതിലൂടെ നമ്മൾ ദാരിദ്ര്യത്തെ മെഷർ ചെയ്യുന്നു, പോവർട്ടിനെ മെഷർ ചെയ്യുന്നു. എത്ര പോവർട്ടി ഇന്റൻസിറ്റി ഉണ്ട്, ഹെഡ് കൗണ്ട് റേഷ്യോ കണ്ടുപിടിക്കുന്നു. ഇതല്ലേ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെയും നമ്മൾ ഹെഡ് കൗണ്ട് റേഷ്യോ അല്ലേ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇവിടെയും നമ്മൾ ഹെഡ് കൗണ്ട് റേഷ്യോ അല്ലേ കണ്ടുപിടിക്കുന്നത്. അതെ, അതിന്റെ പേരാണ് M0. അതല്ലേ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ഇതെന്താണ് ആഗോള MPA. ഇനി ഇന്ത്യയിൽ നോക്കാം, ഹെൽത്തും എഡ്യൂക്കേഷനും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗും തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള നമ്മൾ സ്റ്റെപ്പ് നോക്കിയാലോ, ഡിപ്രീവിയേഷൻ കട്ട് ഓഫ് എന്ത് ചെയ്യണം, നമ്മൾ എടുത്തു വെക്കണം. എങ്കിൽ ഓരോന്നിനും നമ്മൾ വാല്യൂ കൊടുത്തിട്ടുണ്ട്, വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മൊത്തം 3 ആണെങ്കിൽ ഹെൽത്തിന് 1, എഡ്യൂക്കേഷൻ 1, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് 1. ഓക്കെ അല്ലേ. അപ്പൊ ഹെൽത്തിൽ 3 കാര്യങ്ങളുണ്ട്. ഒന്നിന്റെ പേര് ന്യൂട്രീഷൻ. നല്ല ന്യൂട്രീഷൻ കിട്ടുന്നുണ്ടെങ്കിൽ 1/6 മാർക്ക് കിട്ടി. ചൈൽഡ് ആൻഡ് അഡോൾസൻ മോർട്ടാലിറ്റി, കുട്ടികളുടെ മരണനിരക്ക്, ശിശു മരണനിരക്ക് കുറവാണെങ്കിൽ 1/12 കിട്ടി. മെറ്റേണൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ 1/12 കിട്ടി. ഈ 1/12 1/12 1/6 കൂടി കൂട്ടിയേ, ഓക്കെ, നിങ്ങൾക്ക് എത്ര കിട്ടുന്നതായിരിക്കും, 1/3 കിട്ടുന്നതായിരിക്കും. ഇതിന്റെ വെയിറ്റേജ് എത്രയാ, 1/3. ഓക്കെ, ന്യൂട്രീഷന്റെ വെയിറ്റേജ് എത്രയാ, 1/6. ചൈൽഡ് ആൻഡ് അഡോൾസൻ മോർട്ടാലിറ്റി വെയിറ്റേജ് എത്രയാ, 1/12. മെറ്റേണൽ ഹെൽത്തിന്റെ മോർട്ടാലിറ്റി എത്രയാ, 1/12. ഇത്രയും കാര്യം ഓക്കെ അല്ലേ. എഡ്യൂക്കേഷനിൽ എത്ര ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, 2 എണ്ണം. സ്കൂളിന്റെ അറ്റൻഡൻസ്, ഇയർ ഓഫ് സ്കൂളിംഗ് ഈക്വൽ ആയി കൊടുത്തിട്ടുണ്ട്, 1/6 1/6. മക്കളെ 1/6 1/6 കൂടി കൂട്ടി എത്രയാ, 2/6. 2/6 നമ്മൾ വെട്ടിക്കളഞ്ഞ എത്രയാ, 1/3. കറക്റ്റ് അല്ലേ. ഓരോന്നിനും എന്ത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെതായ റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ, രണ്ടാണല്ല. അപ്പൊ അടുത്തതിന്റെ പേരാണ്, 1 സെക്കൻഡ്, അടുത്തതിന്റെ പേരാണ് എന്ത്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ്. വെയിറ്റേജ് 1/3. കുക്കിംഗ് ഫ്യൂവൽ ഉണ്ടോ, 1/21 മാർക്ക് കിട്ടും. സാനിറ്റേഷൻ ഉണ്ടോ, 1/21 മാർക്ക് കിട്ടും. ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടോ, 1/21 മാർക്ക് കിട്ടും. ഹൗസിംഗ്, വീടുണ്ടോ, 1/21 മാർക്ക് കിട്ടും. ഇലക്ട്രിസിറ്റി ഉണ്ടോ, 1/21 മാർക്ക് കിട്ടും. അസറ്റ്സ് ഉണ്ടോ, 1/21 മാർക്ക് കിട്ടും. ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ, 1/21 മാർക്ക് കിട്ടും. നോക്കിയേ, 1 2 3 4 5 6 7. അപ്പൊ മൊത്തം ഉണ്ടെങ്കിൽ 7/21. 7/21 വെട്ടിക്കളഞ്ഞ 1/3. മനസ്സിലായോ. ഓക്കെ, സാർ ഒരു ഡൗട്ട് കൂടി ഉണ്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഒരു ആശാ വർക്കറാണ്, അംഗനവാടി വർക്കറാണ്, ടീച്ചറാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വീട്ടിലോട്ട് പോകുന്നു. ഓക്കെ അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യുന്നു, വീട്ടിലോട്ട് പോകുന്നു. വീട്ടിലോട്ട് പോയിട്ട് നിങ്ങൾ എന്ത് ചോദിക്കുന്നു, വീട്ടിൽ കുട്ടികൾക്ക് എല്ലാവർക്കും ന്യൂട്രീഷൻ കിട്ടുന്നുണ്ടോ, ടിക്ക് ചെയ്തു, 1/6 മാർക്ക് കിട്ടി. ഓക്കെ അല്ലെ. ചൈൽഡിനും അഡോളസൻ മോർട്ടാലിറ്റി ഉണ്ടോ, 1/12 മാർക്ക് കിട്ടി, ടിക്ക് ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ടിക്ക് ചെയ്യും, ഇല്ലെങ്കിൽ നിങ്ങൾ വെട്ടിക്കളയും. ഓക്കെ, അപ്പൊ മൊത്തം ഉണ്ടെങ്കിൽ 1/3 കിട്ടണം. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇപ്പോ സ്കൂളിൽ കുട്ടിയുടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കുട്ടി എത്ര ചെയ്യുന്നുണ്ട്, 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ സ്കൂളിൽ അറ്റൻഡൻസ് കുട്ടിയുടെ എന്താണ്, പൂവർ ആണ്. അപ്പൊ നിങ്ങൾ ഏതാ ടിക്ക് ചെയ്യുക, ഇയർ ഓഫ് സ്കൂളിംഗ് ടിക്ക് ചെയ്തു. ഓക്കെ, 8 ടിക്ക് ചെയ്തു. എന്നിട്ട് സ്കൂൾ അറ്റൻഡൻസ് വെട്ടിക്കളഞ്ഞു. അപ്പൊ എഡ്യൂക്കേഷനിൽ ആ വീട്ടിലുള്ള ആളുകൾക്ക് 1/3 മാർക്ക് കിട്ടുന്ന നിങ്ങൾ എത്ര മാർക്ക് ഇടും, 1/6 മാർക്ക് ഇടും. സാർ ഇത് ഭയങ്കര പണിയുണ്ടല്ലോ. ആണ്, അതുകൊണ്ട് NFHS സർവേ എടുത്തോ പിടിച്ചോ പറഞ്ഞിട്ട് എല്ലാ വർഷവും നടക്കില്ല. ഓക്കെ, മനസ്സിലായ, നല്ല പണി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, സൂചിക ഉണ്ടാക്കുക. ക്ലിയർ അല്ലേ. ഓക്കെ ആണല്ലോ. നിങ്ങൾ ഒരു ടീച്ചറോ, നിങ്ങൾ അംഗനവാടി വർക്കറോ, അല്ലെങ്കിൽ ആശാ വർക്കറോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ പണി ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടാവും. ഓക്കെ അല്ലേ. ഈ കുറച്ചുമായി ബന്ധപ്പെട്ടിട്ട് നീതി ആകുന്ന സംഭവം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ. അതെ, അപ്പൊ ഹെൽത്തിൽ 3 ഉണ്ടല്ലോ. ന്യൂട്രീഷൻ, ആ ന്യൂട്രീഷൻ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പോണത്, ഓക്കെ, എന്താ ചെയ്യാൻ പോണത്, ഒരു വീട്ടില്, ഓക്കെ, ഒരു കുട്ടി 0 മുതൽ 59 മാസം ഉണ്ട്, ഒരു വുമൺ 15 വയസ്സ് തൊട്ട് 45 ഇയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മാൻ 15 മുതൽ 54 വർഷം വരെ ഉള്ള ഒരു മാൻ ആണ്. ഓക്കെ, അവർക്ക് എന്താണ് ന്യൂട്രീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ, കിട്ടുന്നുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അണ്ടർ ന്യൂട്രീഷൻ ആണെന്ന് എഴുതുക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ. അതെ, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നോക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഡ്രിങ്കിങ് വാട്ടർ, ഒരു വീടിന് ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്നുണ്ടോ, ഒരു അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ് എന്താ പോയിട്ട് വരുന്നതിൽ, ഒരു 15 മിനിറ്റ് കൊണ്ട് പോയിട്ട് 15 മിനിറ്റ് കൊണ്ട് തിരിച്ചു വരണം. അങ്ങനെ പോയിട്ട് വരുന്ന സിറ്റുവേഷനിൽ അവർക്ക് ഡ്രിങ്കിങ് വാട്ടർ കിട്ടുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്യണ്ട. വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉണ്ടോ, ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണ്ട, ടിക്ക് ചെയ്യണ്ട. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ,
എല്ലാ ഡീറ്റെയിലും അവിടെ എഴുതിച്ചിട്ടുണ്ട്. ഇയർ ഓഫ് സ്കൂളിങ്ങും സ്കൂൾ അറ്റൻഡൻസും നോക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇയർ ഓഫ് സ്കൂളിംഗിൽ 6 വർഷം ഓക്കെ എങ്കിലും സ്കൂളിൽ പഠിക്കാത്ത ഓക്കെ ഒരു 10 വയസ്സായിട്ടുള്ള കുട്ടി 6 വർഷമെങ്കിലും സ്കൂളിൽ പഠിക്കാത്ത അങ്ങനെ ഒരു ആളോ ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക, ഇയർ ഓഫ് സ്കൂളിൽ പോയി. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇല്ല എന്ന് പറയാ, ഇയർ ഓഫ് സ്കൂളിൽ കിട്ടി. സ്കൂളിന്റെ അറ്റൻഡൻസ് ഓക്കെ അല്ലേ? അറ്റൻഡിങ് സ്കൂൾ, കറക്റ്റ് ആയിട്ട് സ്കൂളിൽ അറ്റൻഡ് ചെയ്യുന്നില്ല. എത്രാം ക്ലാസ് വരെ ഉള്ളവര്? 8ാം ക്ലാസ് വരെ ഉള്ളവര്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. എങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ആഗോള MPI ബഹുമുഖ ദാരിദ്ര്യ സൂചിക നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം ഒക്കെ ആണല്ലോ? ഫൈൻ. അപ്പൊ 2013-14 25.17 ആയിരുന്ന ബഹുമുഖ സൂചിക 2022-23 11.28 ആയിട്ട് എന്ത് ചെയ്തു? കുറവ് വന്നു. അപ്പൊ എത്ര പോയിന്റിന്റെ കുറവ് വന്ന്? 17.89 പോയിന്റിന്റെ കുറവാണ് കാണിക്കുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ വെറും 9 വർഷത്തിനുള്ളിൽ. ഏതാണ് 9 വർഷത്തിന്റെ കാലാവധി? 2013 മുതൽ 2023 വരെ. ഓക്കെ, 2013-14 മുതൽ 2022-23 വരെ. സോറി, 2013 മുതൽ 22 വരെ. ഈ കാലാവധിയിൽ 9 വർഷത്തിനുള്ളിൽ എത്ര കോടി ആളുകൾ? 24.82 കോടി ആളുകൾ ബഹുമുഖ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തുപോയി. ഇതിന് കാരണം എന്താ? സർക്കാരിന്റെ വിവിധ സംരംഭങ്ങളാണ് എന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഏതൊക്കെയാണ് ആ സംരംഭം? ഓക്കെ, 2005-2006 ആകുമ്പോൾ 55.34% ആയിരുന്നു എന്ത്? ബഹുമുഖ ദാരിദ്ര്യം. 2013-14 29.17% കുറഞ്ഞു. ഓക്കെ, 2022-23 ആകുമ്പോഴേക്ക് 11.28. അത് പ്രൊജക്റ്റ് ആണ്. 2019-21 14.96 ആയിട്ട് എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പൊ ഈ അടുത്ത ഡൗട്ട്, സാർ ഇവിടെ 2022-23 സ്റ്റാറ്റസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ അല്ല, 2022-23 സ്റ്റാറ്റസിൽ 11.28 പറഞ്ഞിരിക്കുന്നത്. അത് പ്രൊജക്റ്റഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുറയും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. അതാണ് അവിടെ പറയാനുള്ളത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? എങ്കിൽ അത്രയും കുറഞ്ഞില്ലേ? കുറഞ്ഞു. ഇതിന് കാരണം സർക്കാരിന്റെ വിവിധ സംരംഭങ്ങളല്ല പറഞ്ഞിരിക്കുന്നത്. സംരംഭം 1 പോഷൺ അഭിയാൻ. പോഷൺ അഭിയാൻ അപ്പൊ എന്തിനുള്ളതായിരിക്കും? നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം കൊടുക്കുക. അനീമിയ മുക്ത് ഭാരത്. അനീമിയ എപ്പോഴാ വരിക? അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവുമ്പോ. അപ്പൊ അയൺ ഗുളികകൾ കൊടുക്കുക. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ ഒന്നാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം വന്നിട്ടുള്ള പൊതുവിതരണ സംവിധാനം. സിമ്പിൾ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ നമ്മുടെ റേഷൻ കട. ഓക്കെ, ആ റേഷൻ കടയിലൂടെ നമ്മുടെ രാജ്യത്തിലെ 81.35 കോടി ആളുകൾക്ക് എന്ത് ചെയ്യുന്നു? നമ്മൾ ഗ്രാമീണ നഗര വ്യത്യാസമൊന്നുമില്ലാതെ എന്താ പറയാ ഭക്ഷണം കൊടുക്കുന്നു. അരി, ഗോതമ്പ് അങ്ങനെയുള്ള സാധനം ചെയ്യുന്നു, കൊടുക്കുന്നു. അപ്പൊ ഇപ്പൊ എത്ര സംരംഭമായി? 3 ഒന്നാമത്തെ പേര് പോഷൺ അഭിയാൻ, രണ്ടാമത്തെ പേര് അനീമിയ മുക്ത് ഭാരത്, മൂന്നാമത്തെ പേര് എന്താണ് ആക്ച്വലി? പൊതുവിതരണ സംവിധാനം, നാലാമത്തെ പേര് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന. ഈ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? സൗജന്യമായി ഭക്ഷ്യധാന്യ വിതരണം ചെയ്യുന്നതായിരിക്കും. അത് എത്ര വർഷത്തിൽ കൂടി നീട്ടിയിട്ടുണ്ട്? 5 വർഷത്തിൽ കൂടി നമ്മൾ നീട്ടി. മാതൃ ആരോഗ്യം. ഓക്കെ, ഉജ്ജ്വല യോജനയിലൂടെ ശുദ്ധമായ പാചക വിതരണം. സൗഭാഗ്യ എന്ന് പറഞ്ഞ പദ്ധതിയിലൂടെ വൈദ്യുത വിതരണം. സ്വച്ഛ് ഭാരത് ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ എന്ത് പറ്റി? സ്വച്ഛ് ഭാരതിലൂടെ വൃത്തിയായ അന്തരീക്ഷം. ജൽജീവൻ മിഷനിലൂടെ എന്ത് ചെയ്തു? ആക്ച്വലി വെള്ളം കൊടുക്കുന്ന പരിപാടി. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നടപ്പാക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെ അല്ലേ? അപ്പൊ ഏതൊക്കെയായിരുന്നു പദ്ധതികൾ? 1 പോഷൺ അഭിയാൻ, 2 അനീമിയ മുക്ത് ഭാരത്, മൂന്നാമത്തെ ഭക്ഷ്യസുരക്ഷ എന്താ പറയാ പൊതുവിതരണ സംവിധാനം, നാലാമത്തെ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന, നമ്പർ 5 മാതൃ ആരോഗ്യം, നമ്പർ 6 ഉജ്ജ്വല യോജന. എന്തിനു വേണ്ടിയിട്ടാ? ശുദ്ധമായ പാചക ഇന്ധനത്തിന് വേണ്ടിയിട്ട്, വൈദ്യുത വിതരണത്തിന് വേണ്ടിയിട്ട് സൗഭാഗ്യ, വൃത്തിക്ക് വേണ്ടിയിട്ട് സ്വച്ഛ് ഭാരത് മിഷൻ, ടോയ്ലറ്റ്സ് ഉണ്ടാക്കില്ലേ? ഓക്കെ, അതേപോലെ എന്താണ് നമ്മുടെ ജൽജീവൻ മിഷൻ വെള്ളത്തിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ എല്ലാം ആയില്ലേ? അതായത് ഇവിടെ എന്തൊക്കെയുണ്ട്? കുക്കിംഗ് ഫ്യൂവൽ, സാനിറ്റേഷൻ, ഡ്രിങ്കിങ് വാട്ടർ, ഇലക്ട്രിസിറ്റി, ഓക്കെ, പിന്നെന്താ മെറ്റേണൽ ഹെൽത്ത്, ചൈൽഡിന്റെ ഹെൽത്ത്, ന്യൂട്രീഷൻ എന്ന് പറഞ്ഞ പദ്ധതികളൊക്കെ ആയില്ലേ? ഓക്കെ അല്ലേ? അതിന് ഈ പരിപാടിയൊക്കെ ചെയ്തില്ലേ? ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്തു? ഇത് ചെയ്തു. അതുകൂടാതെ പ്രധാനമന്ത്രി ജൻധൻ യോജന ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം? ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. പ്രധാനമന്ത്രി ആവാസ് യോജന വീട് കിട്ടും. ഓക്കെ അല്ലെ? ഇതെല്ലാം ചെയ്തപ്പോ എല്ലാ പരിപാടിയും ആയില്ലേ?
ഇങ്ങനെ നമ്മൾ എന്തായി, ബഹുമുഖ ദാരിദ്ര്യം നമ്മൾ ഇന്ത്യ കുറച്ചു. ഓക്കെ, എങ്കിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കുറവ് വന്നിരിക്കുന്നത്? പ്രധാനമായിട്ട് ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ ഓക്കെ എന്നീ എന്നീ സംസ്ഥാനങ്ങളിലെ ദാരിദ്ര്യത്തിലാണ് കുറവ് വന്നിരിക്കുന്നത്. സർ കേരളം അവിടെ എന്റെ മക്കളെ, കേരളത്തിൽ ദാരിദ്ര്യം കുറവല്ലേ? ഓക്കെ, നമ്മൾ ദാരിദ്ര്യം കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഒരു 2% 3% കുറയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഇവിടെ ഉത്തർപ്രദേശിൽ ഓൾറെഡി ദാരിദ്ര്യം വളരെ കൂടുതലാണ്. അപ്പൊ അവരൊരു 10% കുറച്ചു കഴിഞ്ഞാൽ ഓക്കെ അതൊരു വലിയ സംഭവമായിട്ട് മാറില്ലേ? ഓക്കെ, ഇല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ ഞാനൊരു കാര്യം പറയാം. 2 കുട്ടികളുണ്ട്. ഓക്കെ, ഒരാൾക്ക് 50-ല് എന്താ പറയാ 47 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരാൾക്ക് 50-ല് 15 മാർക്കേ ഉള്ളൂ. നെക്സ്റ്റ് എക്സാം വന്നപ്പോ 47 കിട്ടിയ കുട്ടി 48 ആക്കി. അപ്പൊ 1 മാർക്ക് കൂടിയിട്ടുണ്ട്. പക്ഷെ ഈ 15 കിട്ടിയ കുട്ടി 35 മാർക്കാക്കി. എത്ര മാർക്ക് കൂടി? 20 മാർക്ക് കൂടി. അപ്പൊ ആരെ നമ്മൾ ഏറ്റവും കൂടിയായിട്ട് കണക്കാക്കുക? ഈ 15-ന് 35 ആക്കിയ ആൾക്കല്ലേ? അയാൾക്കല്ലേ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ക്ലാസ്സിൽ ഒന്ന് കൈയടിക്കുക. ഓക്കെ അല്ലേ? നേരത്തെ 15 മാർക്കായിരുന്നു, ഇപ്പൊ എത്ര മാർക്കായി? 35 മാർക്കായി. 20 മാർക്ക് കൂട്ടിയ കിരൺ എന്ത് ചെയ്യുന്നു? കൈയടിക്കുന്നു എന്നല്ലേ പറയാ? സെയിം ലോജിക്ക്. ഓക്കെ അല്ലേ? അപ്പൊ ദാരിദ്ര്യത്തില് ഏറ്റവും കുറവ് വരുത്തിയ സംസ്ഥാനങ്ങൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട സംസ്ഥാനങ്ങളുടെ പേരാണ്. നമ്പർ 1 ഉത്തർപ്രദേശ്. എത്ര കുറവ് വന്നിട്ടുണ്ട്? 5.94 കോടി ആളുകളെ ബഹുമുഖ ദാരിദ്ര്യത്തിൽ എന്ത് ചെയ്തു? മുക്തരാക്കി. രണ്ടാമത്തെ ആളാരാ? ബീഹാർ. 3.77 കോടി ആളുകളെ. മൂന്നാമത്തെ ആളാരാ? മധ്യപ്രദേശ്. എത്ര കോടി? 2.30 കോടി. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ബഹുമുഖ ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റിയവരാരൊക്കെയാണ്? നമ്പർ 1 ഉത്തർപ്രദേശ്, നമ്പർ 2 ബീഹാർ, നമ്പർ 3 മധ്യപ്രദേശ്, നമ്പർ 4 രാജസ്ഥാൻ. അപ്പോൾ കേരളത്തിന്റെ സ്ഥാനം എവിടെയായിരിക്കും? ദാരിദ്ര്യം കൂടുതലുള്ളതായിരിക്കോ കുറവുള്ളതായിരിക്കും? ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ടിക്ക് ആരെയായിരിക്കും? കേരളത്തെ ആയിരിക്കും. ഇത്രയും കാര്യം ഓക്കെയാണോ? അതെ. ഓക്കെ, എങ്കിൽ MPI മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാക്കിയത് ആരൊക്കെയാ? ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ് ആൻഡ് രാജസ്ഥാൻ. ഓക്കെ, അപ്പോ ഇത് നമ്മുടെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയുടെ ഹെഡ് കൗണ്ട് റേഷ്യോ എന്നുള്ള ഓർമ്മിച്ച് വെക്കണേ, M0. ഓക്കെ, ആ ഹെഡ് കൗണ്ട് റേഷ്യോ കുറഞ്ഞില്ലേ? കുറഞ്ഞു. 29 പോയിന്റ് ആയിരുന്നത് 11.28 ആ രീതിക്ക് മാറിയില്ലേ? മാറി. 24.82 കോടി ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? പോവർട്ടിയിൽ നിന്ന് മാറ്റാൻ വേണ്ടി പറ്റിയില്ലേ? പറ്റി. ഓക്കെ അല്ലെ? 12 ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്തു? ഇംപ്രൂവ്മെന്റ് കാണിച്ചു. നമുക്ക് ഇന്ത്യക്കുള്ള മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എത്ര എണ്ണം ഉണ്ട്? 12 എണ്ണം ഉണ്ട്. ഒന്നുകൂടി നമുക്ക് കൗണ്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഓക്കെ 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, ഇവിടെ എത്ര എണ്ണേ ഉള്ളൂ? 10 എണ്ണേ ഉള്ളൂ. ഏതാണ് അവിടെ ഇല്ലാത്ത 2 എണ്ണം? ഒന്ന് ബാങ്ക് അക്കൗണ്ട്. ഓക്കെ അല്ലെ? ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഇല്ല. ഓക്കെ, രണ്ടാമത്തെയാണ് മെറ്റേണൽ ഹെൽത്ത്. മെറ്റേണൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇല്ല, ഇവിടെ ഇല്ല. അവിടെ നോക്കിക്കേ, മെറ്റേണൽ ഹെൽത്ത് നോക്കിയേ. ഓക്കെ, ചൈൽഡ് മോർട്ടാലിറ്റിയേ ഉള്ളൂ. ഓക്കെ, മെറ്റേണൽ ഹെൽത്ത് അവിടെ ഇല്ല. കറക്റ്റ് അല്ലേ? അത് രണ്ടും ആര് ആഡ് ചെയ്താണ്? ഇന്ത്യ ആഡ് ചെയ്താണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ വീണ്ടും ഇവിടെ എത്തി. ഓക്കെ, ഇതില് നമ്മൾ ഈ കാര്യം നോക്കിയിട്ടായിരുന്നു ആരൊക്കെയാണെന്നുള്ളത്. കൗണ്ട് റേഷ്യോ കുറഞ്ഞതും ഹെഡ് കൗണ്ട് റേഷ്യോ എറണാകുളം നോക്കിയിട്ടുണ്ടായിരുന്നു. 24.82 കോടി ആൾ നോക്കിയിട്ടുണ്ടായിരുന്നു. 12 ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന് അറിയാം. അതിൽ മൊത്തം എന്ത് ചെയ്തു? ഇംപ്രൂവ്മെന്റ് കാണിച്ചു. നമുക്കറിയേണ്ടത് SDG ടാർഗറ്റ് 1.2 എന്താന്നുള്ളതാണ്. ഓക്കെ, SDG ടാർഗറ്റ് 1.2 ഇന്ത്യക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് നീതി ആയോഗ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. എങ്കിൽ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ അല്ലെ? SDG ടാർഗറ്റ് 1.2 2030 ആകുമ്പോഴേക്കും ഓക്കെ അല്ലെ എല്ലാ പ്രായത്തിലുമുള്ള ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന, അതായത് അത് പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ, അവരുടെ അനുപാതം പകുതിയെങ്കിലും കുറയ്ക്കണം. മൊത്തമായിട്ട് എന്താ പറയാ കുറയ്ക്കുക എന്നുള്ളതല്ല, അവരുടെ അനുപാതം എന്താവണം? പകുതിയെങ്കിലും കുറയ്ക്കണം. എപ്പോഴാണ് ടാർഗറ്റ് ഡേറ്റ്? 2030. അതിനെ വിളിക്കുന്ന പേരാണ് SDG ടാർഗറ്റ് 1.2. എങ്കിൽ SDG എന്ന് വെച്ചാൽ എന്താ? സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ എന്ന് വെച്ചാൽ എന്താ? സുസ്ഥിര വികസന ഗോൾ. ഓക്കെ, ലക്ഷ്യങ്ങൾ. അതിന്റെ ടാർഗറ്റ് എത്രയാണ്? 1.2 ആണ്.
ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ എന്താണ് സുസ്ഥിര വികസനവും അടിസ്ഥാന വികസനവും തമ്മിലുള്ള വ്യത്യാസം? വെറും ആഹാരം കൊടുക്കുകയാണെങ്കിൽ അടിസ്ഥാന വികസനം, പോഷകാഹാരം കൊടുക്കുകയാണെങ്കിൽ സുസ്ഥിര വികസനം. സ്കൂൾ ഉണ്ട്, അടിസ്ഥാന വികസനം. സ്കൂളിൽ എന്തുണ്ട്? സ്മാർട്ട് ആണ്, സുസ്ഥിര വികസനം. മനസ്സിലായില്ലേ? ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. എങ്കിൽ എല്ലാ സൂചകങ്ങളിലും നമ്മൾ പുരോഗതി കാണിച്ചു. മെയിൻ സൂചകങ്ങൾ എത്രയാണ്? 3 അതിന്റെ ഉള്ളിലല്ലേ 12 അതെ. അപ്പൊ മെയിൻ സൂചകങ്ങളായിട്ടുള്ള 3 ആരോഗ്യം, വിദ്യാഭ്യാസം, ജീവിത നിലവാരമുണ്ട്. അതിന്റെ ഉള്ളില് 12 സൂചകമുണ്ട്. ഈ 12 സൂചകങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഗണ്യമായിട്ടുള്ള പുരോഗതി നമുക്ക് കൈവരിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ദാരിദ്ര്യത്തിന്റെ തീവ്രത, അതിനെ വിളിക്കുന്ന പേരാണ് SOD. SODയുടെ ഫുൾ ഫോം എന്താ? സിവിയറിറ്റി ഓഫ് ഡിപ്രിവിയേഷൻ എന്നാണ് അതിനെ പറയുക. ഓക്കെ. 2005-6 ഇടയിലും 2013-14 ഇടയിലുള്ളതുമായ ഓക്കെ SOD ദാരിദ്ര്യത്തിന്റെ തീവ്രത എന്ന് പറയുന്നത് 2015-16 ഇടയിലും 2019-21 ഇടയിലുള്ളതുമായ ദാരിദ്ര്യ തീവ്രതമായി നോക്കുമ്പോൾ എന്ത് ചെയ്തു? കുറഞ്ഞു. ഓക്കെ. എങ്ങനെയാണ് നമ്മൾ SOD കണ്ടുപിടിക്കുക? ശരാശരി ബഹുമുഖ ദാരിദ്ര്യ വ്യക്തി അനുഭവിക്കുന്ന ദാരിദ്ര്യം. ഓക്കെ. എന്ന് വെച്ചാൽ എന്താ? മൊത്തം എല്ലാ ബഹുമുഖ ദാരിദ്ര്യങ്ങളും നമ്മൾ കൂട്ടുക, അതിന്റെ ശരാശരി എടുക്കുക. അപ്പോൾ ആ വ്യക്തി അനുഭവിക്കുന്ന ദാരിദ്ര്യം കിട്ടുന്നതായിരിക്കും. അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? SOD നമ്മൾ അളക്കാൻ പോകുന്നത്. അപ്പൊ ദാരിദ്ര്യം കുറയുന്നത് 2005, 6, 13, 14 കാലഘട്ടങ്ങളിലല്ല. ദാരിദ്ര്യം പെട്ടെന്ന് കുറയുന്നത് 15, 16 കാലഘട്ടത്തിലായിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ 2015 മുതൽ ഒരു 20 വർഷം 10 വർഷം കണക്കാക്കുകയാണെങ്കിൽ ഓക്കെ 2025 ഇങ്ങനൊരു വർഷം നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 9 വർഷം 8 വർഷം എന്ത് വേണമെങ്കിൽ കണക്കാക്കും. ഓക്കെ അല്ലെ? അപ്പൊ മുൻ ദശകവുമായിട്ട് 2005 മുതൽ 2015 വരെ കൺസിഡർ ചെയ്തിട്ട് ഈ 2015 മുതൽ 2021 വരെയുള്ള കാൽക്കുലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ നമ്മുടെ MPI മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൽ നമ്മൾ എന്ത് ചെയ്തു? ബെറ്റർ ആയി. ഒരുപാട് ദരിദ്രത നമ്മൾ എന്ത് ചെയ്തു? ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റി. ഓക്കെ അല്ലെ? 2005-2006 മൊത്തം MPI എന്ന് പറയുന്നത് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിൽ വന്നിട്ടുള്ള ദരിദ്രരുടെ പങ്ക് എത്രയായിരുന്നു? 55.34%. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. എങ്കിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ലേ? പറ്റും. ഏത് സുസ്ഥിര വികസന ലക്ഷ്യം? SDG 1.2. SDG 1.2 എന്താ പറയുന്നത്? ദാരിദ്ര്യത്തിൽ എല്ലാ പ്രായത്തിലുമുള്ള ആരൊക്കെയുണ്ട്? പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. ഇവരുടെ അനുപാതം കുറഞ്ഞത് എത്രയാക്കണം? പകുതിയെങ്കിലും ആക്കണം. ഇതിന്റെ പേരാണ് എന്ത്? SDG ലക്ഷ്യം 1.2. ഇത്രയും കാര്യമൊക്കെ അല്ലേ? ഇതിനു വേണ്ടി ജീവിത നിലവാരത്തിൽ നമുക്ക് എന്ത് ചെയ്യണം? ബെറ്റർ ഉണ്ടാക്കണം. അപ്പൊ ശുചിത്വ സൗകര്യങ്ങൾ കൊടുക്കണം, ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രവേശനം കൊടുക്കണം, പാചക ഇന്ധനത്തിൽ എന്ത് വരുത്തണം? ആക്ച്വലി ബെറ്റർമെന്റ് വരുത്തണം. ഓക്കെ. ഇങ്ങനെയെല്ലാം ചെയ്തതിലൂടെ നമ്മൾ എന്ത് ചെയ്തു? ബെറ്റർ ആക്കി. അവിടെ പാചക ഇന്ധനത്തിലെ കുറവ് എന്ന് എഴുതിയിട്ടുണ്ട്. പാചക ഇന്ധനത്തിലെ കുറവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാചക ഇന്ധനം നേരത്തെ എന്തായിരുന്നു? കുറവായിരുന്നു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കൂട്ടി. ശുചിത്വ സൗകര്യം നേരത്തെ കുറവായിരുന്നു, നമ്മൾ എന്ത് ചെയ്തു? കൂട്ടി. ബാങ്ക് അക്കൗണ്ട് ആളുകളുടെ കയ്യിൽ കുറവായിരുന്നു, ജൻധൻ യോജന നമ്മൾ എന്ത് ചെയ്തു? കൂട്ടി. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. ഓക്കെ. എങ്കിൽ നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എ പ്രോഗ്രസ് ഓഫ് റിവ്യൂ. ഇപ്പോ നമ്മുടെ അവലോകനം എന്ന് പറയുന്ന കാര്യം കഴിഞ്ഞു. 2024 കഴിഞ്ഞു. ഇത് നമ്മൾ 2023 കയറുകയാണ്. ഈ 2023 ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതേപോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ല? കാരണം അനാലിസിസ് അല്ല 2024 വന്നിരിക്കുന്നത്. അപ്പൊ 2023 2024 പറയാത്ത എന്തൊക്കെ കാര്യമുണ്ടോ അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ? ഡിസ്കസ് ചെയ്യാനുള്ളൂ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. എങ്കിൽ നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എ പ്രോഗ്രസ് ഓഫ് റിവ്യൂ 2023 സംസ്ഥാനങ്ങൾക്ക് 1, 2, 3 അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള റാങ്കിങ് ഒന്നും നൽകുന്നില്ല. പക്ഷേ 2015, 16, 2019, 21 കാലഘട്ടങ്ങളിലെ ബഹുമുഖ ദാരിദ്ര്യത്തിലെ കുറവിനെ കുറിച്ചുള്ള വിവരം എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 2019, 20, 21 കാലഘട്ടത്തില് ബഹുമുഖ ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളം. ഓക്കെ അല്ലെ? നമ്പർ 1 ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യം. നമ്പർ 2 ഗോവ.
നമ്പർ 3 തമിഴ്നാട്, നമ്പർ 4 സിക്കിം, നമ്പർ 5 പഞ്ചാബ്. ഓക്കെ അല്ലെ? അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ 5 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയാൻ പോകുന്ന സംസ്ഥാനങ്ങളുടെ പേരാണ്: നമ്പർ 1 നമ്മുടെ കേരളം, നമ്പർ 2 ഗോവ, നമ്പർ 3 തമിഴ്നാട്, നമ്പർ 4 സിക്കിം ആൻഡ് നമ്പർ 5 പഞ്ചാബ്. ഓക്കെ അല്ലെ? ഈ ഏറ്റവും വേഗത്തിൽ കുറവ് വരുത്തിയവർ, അതായത് പെട്ടെന്ന് കുറവ് വരുത്തിയവരുടെ ഓർഡർ വെക്കണം എങ്കിൽ ബീഹാർ ആണ് ഏറ്റവും പെട്ടെന്ന് ദാരിദ്ര്യത്തിൽ ആളുകളുടെ എണ്ണത്തിൽ കുറവ് വരുത്തിയിരിക്കുന്നത്. രണ്ടാമത് മധ്യപ്രദേശ്, മൂന്നാമത് ഉത്തർപ്രദേശ്, നാലാമത് ഒഡീസ, അഞ്ചാമത് രാജസ്ഥാൻ. അതായത് പെട്ടെന്ന് മാറ്റം വരുത്തുക. ഓക്കെ അല്ലെ? പെട്ടെന്ന് മാറ്റം വരുത്തിയിരിക്കുന്നവരുടെ റാങ്കിങ് എടുക്കുകയാണെങ്കിൽ, കുറവ് വരുത്തിയവരുടെ എടുക്കുകയാണെങ്കിൽ ബീഹാർ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഒഡീസ, രാജസ്ഥാൻ. ഓക്കെ, ഇങ്ങനെ എന്ത് വരും? നമുക്കൊരു റാങ്കിങ് വരുന്നതായിരിക്കും. പക്ഷെ നിരക്ക് ഏറ്റവും കൂടുതൽ കുറച്ചവരെടുക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, ഒഡീസ, രാജസ്ഥാൻ. ഉത്തർപ്രദേശിൽ 5.77 കോടി, ഓക്കെ, ബീഹാറിൽ 3.77 കോടി എന്നൊക്കെ നമ്മൾ നോക്കിയതല്ലേ? അതെ, ഓക്കെ അല്ലെ? ആ 5 എണ്ണം നന്നായിട്ട് മനസ്സിലാക്കുക. ഇത് ഏറ്റവും കൂടുതൽ ആളുകളെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടിയിൽ നിന്ന് മാറ്റിയ സംസ്ഥാനങ്ങളാണ്. അതാരൊക്കെയാ? ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, ഒഡീസ, രാജസ്ഥാൻ. ഓക്കെ, പക്ഷേ ഇവിടെ പറയുന്നത് ഏറ്റവും വേഗത്തിൽ കുറവ് വരുത്തിയ സംസ്ഥാനങ്ങളാണ്: ബീഹാർ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഒഡീസ, രാജസ്ഥാൻ. ഇവിടെ പറയുന്നത് എന്താണ്? ആക്ച്വലി ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ്. ഈ ഏറ്റവും വേഗത്തിൽ കുറവ് വരുത്തിയതും അതേപോലെ ബഹുമുഖ ദാരിദ്ര്യം നിരക്ക് കുറച്ച സംസ്ഥാനങ്ങൾ. ഇത്രയും കാര്യം മനസ്സിലായില്ലേ? അതെ, ഓക്കെ. അപ്പൊ ഏറ്റവും ദാരിദ്ര്യമുള്ള സംസ്ഥാനങ്ങൾ ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ട ആളുകളുടെ പേരാണ്: 1 ബീഹാർ, 2 ജാർഖണ്ഡ്, 3 ഉത്തർപ്രദേശ്, 4 മേഘാലയ. ഇനിയും ഉത്തർപ്രദേശും ബീഹാറും എന്ത് ചെയ്യണം? വീണ്ടും ദാരിദ്ര്യം കുറയ്ക്കണം. അപ്പൊ ഇന്ത്യയിലെ 2019-20 കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ബഹുമുഖ ദാരിദ്ര്യമുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 1 ബീഹാർ, 1 ജാർഖണ്ഡ്, 1 ഉത്തർപ്രദേശ്, 1 ഏതാണ്? മേഘാലയ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പോ പ്രധാനമായിട്ട് ദേശീയ രീതിയിലുള്ള കണ്ടെത്തലുകൾ ഒക്കെ എന്തൊക്കെയാണ് നടന്നിരിക്കുന്നത്? ദാരിദ്ര്യം കുറഞ്ഞു. 2015-16 2019-21 ഇടയിൽ 13.5 കോടിയിലധികം ആളുകൾ എന്ത് ചെയ്തു? ബഹുമുഖ ദാരിദ്ര്യത്തിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബഹുമുഖ ദാരിദ്ര്യയുടെ അനുപാതം 24.85 നിന്ന് 14.96 എന്ത് ചെയ്തു? കുറഞ്ഞു. ഓക്കെ, ദാരിദ്ര്യം ഏറ്റവും കൂടുതൽ കുറഞ്ഞിരിക്കുന്നത് ഗ്രാമീണ മേഖലയിലാണോ അതോ നഗര മേഖലയിലാണോ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് ഗ്രാമീണ മേഖലയിലാണ്. 32.59% നിന്ന് 19.28% എന്ത് ചെയ്തു? കുറഞ്ഞു. ഓക്കെ, എങ്കിൽ കേരളവും നീതി ആയോഗിന്റെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സും തമ്മിലുള്ള ബന്ധം. ഓക്കെ, കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ബഹുമുഖ ദാരിദ്ര്യമുള്ള ഒരു സംസ്ഥാനമാണ്. കറക്റ്റ് ആണോ? അതെ. 2023 നീതി ആയോഗ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്ന ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക, ഒരു പുരോഗതി അവലോകനം 2023, അതായത് നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് എ പ്രോഗ്രസ് റിവ്യൂ 2023 എന്ന റിപ്പോർട്ടിലാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 2019-21 കാലയളവിൽ കേരളത്തിലെ ജനസംഖ്യയിൽ എത്ര മാത്രമാണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഉള്ളത്? 0.55%. 2015-16 റിപ്പോർട്ടിൽ കേരളത്തിന് ദാരിദ്ര്യ നിരക്ക് എത്രയായിരുന്നു? 0.71%. മനസ്സിലായ? ഓക്കെ, അപ്പൊ നമ്മൾ 0.71 നിന്ന് 0.55 ആക്കി കുറച്ചു. 0.2 നമുക്ക് വ്യത്യാസമുള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെയാ ലിസ്റ്റിൽ വരിക? ഓക്കെ അല്ലെ? ഏറ്റവും ദാരിദ്ര്യം കുറച്ചവരുടെ ലിസ്റ്റിൽ നമ്മൾ എങ്ങനെയാ വരിക? വരില്ലല്ലോ, നമ്മൾ ടോപ്പ് അല്ലേ? മനസ്സിലായ? ഓക്കെ അല്ലെ? അപ്പോൾ എങ്ങനെയാണ് ഇത് കുറച്ചുണ്ടായിരുന്നത്? 1 വീട് കൊടുത്തു, പോഷകാഹാരം കൊടുത്തു, ശുചിത്വം കൊടുത്തു, വിദ്യാഭ്യാസം കൊടുത്തു. അപ്പൊ വീട്ടിലെ സൗകര്യങ്ങൾ, പോഷകാഹാരം, ശുചിത്വം, വിദ്യാഭ്യാസം എന്നീ പറയുന്ന കാര്യങ്ങളിൽ കേരളം എന്ന് പറയുന്നത് മികച്ച സംസ്ഥാനമല്ലേ? അതെ. അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു ഡൗട്ടും ഇല്ല, ഒരു പരിപാടിയും ഇല്ല. കൃത്യാണല്ലോ. ഇത് നമ്മൾ എങ്ങനെ നേടിയത്? 1, ഭൂപരിഷ്കരണം നടത്തി. ഭൂമി ഇല്ലാത്തവർക്ക് സ്ഥലവും വീടും കൊടുത്തു. ഓക്കെ അല്ലെ? സ്ഥലം കൊടുക്കലാണ് ഭൂപരിഷ്കരണം. കൂടെ എന്ത് ചെയ്തു? വീടും കൊടുത്തു. സാർവത്രിക വിദ്യാഭ്യാസം, എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്തില്ലേ? കൊടുത്തു. ഓക്കെ അല്ലെ? ആരോഗ്യ സംരക്ഷണം, ആരോഗ്യത്തിൽ ഫസ്റ്റ് അല്ലേ? അതെ. നമ്മൾ എങ്ങനെ നടപ്പിലാക്കിയത്? അധികാര വികേന്ദ്രീകരണം. ഈ പരിപാടികളെല്ലാം, ഏത് പരിപാടി? ഭൂപരിഷ്കരണം ആയാലും സാർവത്രിക വിദ്യാഭ്യാസം ആയാലും ആരോഗ്യമായാലും ഒരു പരിധി വരെ ആരുടെ കയ്യിലാണ് ഉള്ളത്? പഞ്ചായത്തുകളുടെ കയ്യിലല്ലേ ഉള്ളത്. സാമൂഹ്യ സുരക്ഷാ പദ്ധതി, ഒരുപാട് സാമൂഹ്യ സുരക്ഷാ പദ്ധതി ഇല്ലേ? ഓക്കെ അല്ലെ? ആരോഗ്യ പദ്ധതികൾ ഇല്ലേ?
ഓക്കെ. എന്താ മന്ദഹാസം, പിന്നെന്താ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, പിന്നെന്താണ് ആക്ച്വലി ഓക്കെ, എന്താ അതിന്റെ പേര്, ലൈഫ് മിഷൻ, വീട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ പദ്ധതിയില്ലേ, ഇതിലൂടെ എന്ത് ചെയ്തു, സർക്കാർ ഇടപെടൽ നടത്തി. ഓക്കെ. അപ്പൊ നമ്മുടെ റിപ്പോർട്ട് പ്രകാരം, നീതി ആയോഗ് റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ദാരിദ്ര്യത്തിന്റെ അളവ് പൂജ്യത്തിലെത്തിച്ച ദാരിദ്ര്യമല്ല, ബഹുമുഖ ദാരിദ്ര്യത്തിന്റെ അളവ് പൂജ്യത്തിലെത്തിച്ച ഏക ജില്ല ആരാണ്? എറണാകുളമാണ്. ഓക്കെ അല്ലെ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദരിദ്രമുള്ള ജില്ല എവിടെയാണ്? വയനാട്ടിലാണ്. 2.82%. ഓക്കെ അല്ലെ. അപ്പൊ ദേശീയ തലത്തിൽ കേരളത്തിനോടൊപ്പം ഏറ്റവും ബെസ്റ്റ് ആയവരാരൊക്കെയാ? ഒന്ന് ഗോവ, തമിഴ്നാട്, സിക്കിം, പഞ്ചാബ്, ഇവയെല്ലാം ഉണ്ട്. ഓക്കെ അല്ലെ. എങ്കിൽ കേരളവും പോർട്ടിയും തമ്മിലുള്ള ബന്ധം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബഹുമുഖ ദാരിദ്ര്യമല്ല, അതിദാരിദ്ര്യമാണ്. അതായത് ഏറ്റവും കൂടുതൽ പോവർട്ടിയിൽ ഒന്നുമില്ല, അവിടെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, വസ്ത്രം ബുദ്ധിമുട്ടാണ്, വീട് ബുദ്ധിമുട്ടാണ്, അവരെ വിളിക്കുന്ന പേരാണ് അതിദാരിദ്ര്യം. ഈ അതിദാരിദ്ര്യം പൂർണ്ണമായും ഇല്ലാതാക്കാൻ ആർക്ക് പറ്റി? കേരളത്തിന് പറ്റി. അപ്പൊ 2025 നവംബർ 1. ഓക്കെ. ഇത് ഞാൻ എടുക്കുമ്പോഴുള്ള ടൈം എന്ന് പറയുന്നത് സെപ്റ്റംബർ ആണ്. ഓക്കെ. എങ്കിൽ ഒക്ടോബർ, നവംബർ 2025 നവംബർ 1 കേരളം ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യരഹിത സംസ്ഥാനമായിട്ട് എന്ത് ചെയ്യും? ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഓക്കെ അല്ലെ. അതെങ്ങനെയാണ് ഗവൺമെന്റ് നടന്നത്? അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടി. ഓക്കെ. എപ്പോഴാണ് ആരംഭിച്ചത്? 2021. ഈ 2021 ആരംഭിച്ച ഈ പ്രോഗ്രാമിലൂടെ 2025 നവംബർ 1 കേരളം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ അതിദാരിദ്ര്യരഹിത സംസ്ഥാനമായി പ്രഖ്യാപിച്ചു. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി രഹിതമല്ല. ഓക്കെ അല്ലെ. അതിദാരിദ്ര്യരഹിതം, അതായത് ആളുകൾക്ക് ഭക്ഷണം കിട്ടാതിരിക്കുക, ആളുകൾക്ക് വസ്ത്രം കിട്ടാതിരിക്കുക, ബേസിക് ആയിട്ടുള്ള കാര്യം ഇല്ലാതിരിക്കുക, വീടില്ലാതിരിക്കുക, അങ്ങനെ ഒരാൾ ഇനി കേരളത്തിൽ ഉണ്ടാവില്ല. ഇതിനു വേണ്ടിയിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അത് ഞാൻ പറഞ്ഞത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയാണ് നോക്കുന്നത്, അവര് 64,006 അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഭക്ഷണം കൊടുക്കുക, വരുമാനം കൊടുക്കുക, പാർപ്പിടം കൊടുക്കുക, ആരോഗ്യം കൊടുക്കുക, ഓക്കെ അല്ലെ, എന്നീ 4 മേഖലയിലെ കുറവ് പരിഹരിച്ച്, ഒരു ആളുകൾക്ക് ഇതന്നെയല്ലേ വേണ്ടത്? ഒന്ന് ഭക്ഷണം വേണം, വരുമാനം വേണം, പാർപ്പിടം വേണം, ആരോഗ്യം വേണം, ഇതൊക്കെയല്ലേ വേണ്ടത്? ഓക്കെ അല്ലെ. വരുമാനം ഉണ്ടെങ്കിൽ ഡ്രസ്സ് എടുത്തൂടെ? ഓക്കെ. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ കുടുംബങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റും. 2025 ജൂലൈയിലെ കണക്ക് പ്രകാരം അതിദരിദ്ര കുടുംബങ്ങളിൽ 93% പേരും എന്ത് ചെയ്തു? ഈ അവസ്ഥയിൽ നിന്ന് മാറ്റാൻ സർക്കാരിന് കഴിഞ്ഞു. ഇനി 7% ഉള്ളൂ. അപ്പൊ ജൂലൈ അല്ലേ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആകുമ്പോഴേക്ക് 7% വരെ എന്ത് ചെയ്യും? നമ്മൾ മാറ്റുന്നതായിരിക്കും. അപ്പൊ നമ്മൾ എന്തായിട്ട് മാറും? മൊത്തമായിട്ട് അതിദരിദ്ര ഇല്ലാത്ത ജില്ലയായിട്ട് മാറും. ഓക്കെ അല്ലെ. 2025 ജൂണില് ആദ്യത്തെ അതിദാരിദ്ര്യരഹിത ജില്ലയായിട്ട് കോട്ടയത്തെ പ്രഖ്യാപിച്ചു. ഓക്കെ അല്ലെ. 2025 ഏപ്രിലില് അതിദരിദ്ര മേഖലയായിട്ട്, അതിദരിദ്ര ഇല്ലാത്ത മേഖലയായിട്ട് ധർമ്മടം എന്ത് ചെയ്തു? നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. ഓക്കെ അല്ലെ, പ്രഖ്യാപിച്ചു. ധർമ്മടം എന്ന് പറയുന്ന സ്ഥലത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് MLA ആയിട്ടുള്ളത്. അപ്പൊ അതിനെയാണ് ആ മണ്ഡലത്തെ എന്ത് ചെയ്തിരിക്കുന്നത്? പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ സമ്പൂർണ്ണ ദാരിദ്ര്യം ഇല്ലാതാക്കി എന്ന് പ്രഖ്യാപിക്കുന്നതിനേക്കാളും അതിദരിദ്രം ഇല്ലാത്ത സംസ്ഥാനമായിട്ട് മാറുക എന്നാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. അപ്പൊ സമ്പൂർണ്ണ ദാരിദ്ര്യം ഇല്ലാതാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇല്ലാതാവണം. ഓക്കെ അല്ലെ. കേരളത്തിൽ ഇപ്പോഴും മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇല്ലാതായിട്ടില്ല. എത്രയുണ്ട്? 0.55% ഉണ്ട്. ഓക്കെ അല്ലെ. പക്ഷെ ഇവിടെ കേരളത്തെ അതിദരിദ്രമല്ലാത്ത സംസ്ഥാനമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? പ്രഖ്യാപിക്കാൻ പറ്റി. കുറച്ചു സമയത്തിനുള്ളിൽ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി, ഓക്കെ, ബഹുമുഖ ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായിട്ട് ആര് പ്രഖ്യാപിക്കപ്പെടും? കേരളം പ്രഖ്യാപിക്കപ്പെടും. ഇത്രയും കാര്യമാണല്ലോ. അതെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. നന്നായിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ആസ് യൂഷ്വൽ ടെലഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് @കിരൺ സ്റ്റഡി സർക്കിൾ, അതേപോലെ ചാനൽ എന്ന് പറയുന്നത് ഡിഗ്രിക്ക് വേണ്ടിയുള്ളത് @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇതേപോലെ ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.